السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله. أما بعد فأوصيكم أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. صدق الله مولانا العظيم. ليس شيء أكرم على الله من الدعاء وصدق رسوله الكريم. വന്യരായ ഖതീബ് അവറുകളെ, ഇവിടെ പങ്കെടുത്ത ഉലമാക്കളെ, ഉമറാക്കളെ, കാരണവന്മാരെ, സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ശൈഖ് ഇസ്ഹാഖ് വലിയുല്ലാഹി തങ്ങളവർക്കുള്ള ഈ പരിപാടിയിൽ എനിക്കും പങ്കെടുക്കാൻ തൗഫീഖ് തന്ന റബ്ബുൽ ഇസ്സത്തിനെ ആദ്യമായി ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇതിന് കളമൊരുക്കിയ സംഘാടകരെയും പ്രവർത്തകരെയും സഹായികളെയും ഞാൻ അഭിനന്ദിക്കുകയും അല്ലാഹു തആല രണ്ട് വീട്ടിലും അവർക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞാൻ ഓതി കേൾപ്പിച്ച ആയത്തിന്റെ ചുരുക്കസാരം: ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സയജ്അലു ലഹും റഹ്മാനു വദ്ദാ. സാധാരണ നല്ലൊരു വിത്ത് കുഴിച്ചിട്ടാൽ അതിന് ശരിയായ വളം നൽകുകയും ചെയ്താൽ ആ വൃക്ഷം വളരെ വലുതായി പന്തലിച്ചുണ്ടാവും. അതിൽ നല്ല ഉദാഹരണമായി മാങ്ങയും പഴവും ഉണ്ടാവും. ഇത് സ്വാഭാവികമാണ്. പഴം ഉണ്ടായില്ലെങ്കിൽ വിത്തിനെന്തോ കേടുണ്ട്, അതല്ലെങ്കിൽ അതിൽ ചേർത്ത വളം ശരിയല്ല എന്ന് വരും. ഈ ആയത്തിന്റെ അർത്ഥത്തിൽ മഹാന്മാർ പറഞ്ഞു, ഇന്നല്ലദീന ആമനു, തീർച്ചയായിട്ടും ഈമാനുള്ളവർ. അപ്പൊ ഹൃദയത്തിൽ ഈമാൻ എന്ന വിത്ത് ഊന്തി, വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങളെ കൊണ്ട് അതിന് വളം ചേർത്തു. എന്നാൽ ആ വിത്ത് മുളച്ച് വളരെയധികം വലുതായി പന്തലിക്കും. അതിനുള്ള പഴം എന്ത്? സയജ്അലു ലഹുമുർ റഹ്മാനു വദ്ദാ. അങ്ങനത്തെ ആ വിഭാഗം ആളുകൾക്ക് റഹ്മാനായ തമ്പുരാൻ അവർക്കുള്ള ഹൃദയത്തിൽ ഒരു മഹബത്തും പ്രേമവും ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ വിത്ത് കുഴിച്ചിട്ടാൽ അതിന് ശരിയായ വളം ചേർത്തിയാൽ അതിൽ പഴങ്ങളുണ്ടാവും. എന്നതുപോലെ ഈമാൻ എന്ന വിത്ത് ഹൃദയത്തിൽ ഊന്നി സൽക്കർമ്മങ്ങളെ കൊണ്ട് അതിന് വളം ചേർത്തിയാൽ അതിനുണ്ടാവുന്ന പഴം സയജ്അലു ലഹുമുർ റഹ്മാനു വദ്ദാ. റഹ്മാനായ തമ്പുരാൻ അവരുടെ ഹൃദയത്തിൽ ഒരു മഹബത്ത് ഉണ്ടാക്കി കൊടുക്കും. ആരോട്? ലില്ലാഹി വലി അഹ്ബാബിഹി, അള്ളാനോടും മോന്റെ മഹബൂബീങ്ങളായ ഔലിയാക്കൾ അമ്പിയാക്കളോട് ഒരു മഹബത്ത്. അപ്പൊ ഈമാൻ എന്ന വിത്ത് കുഴിച്ചിട്ട് സൽക്കർമ്മങ്ങളെ കൊണ്ട് അതിനെ വളം ചേർത്തിയാൽ ഉണ്ടാവുന്ന ആ വൃക്ഷത്തിൽ ഉണ്ടാകുന്ന ഫലം മഹാന്മാരുള്ള മഹബത്ത് എന്നാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാർ പറഞ്ഞത്. അപ്പം നിങ്ങളെല്ലാം ഇവിടെ സമ്മേളിച്ച് തന്നെ മഹാനാ വലിയുമായിട്ടുള്ള ബന്ധം, ഇൽമിന്റെ മജ്‌ലിസുമായിട്ടുള്ള ബന്ധം, നേരെ മറിച്ച് ഔലിയാക്കന്മാരോട് വെറുപ്പും മറപ്പും അവരെ എതിർക്കലും എന്നാൽ
അത് പഴമുണ്ടാകാത്തൊരു മരവും വിത്തായി. അവന്റെ ഈമാൻ എന്ന വിത്ത് ശരിയായിട്ടില്ല. അവൻ സൽക്കർമ്മങ്ങൾ ചെയ്ത് അതിനെ വളം ചേർത്തിയത് അതും ശരിയായിട്ടില്ല എന്നാണ് അതിന്റെ ചുരുക്കം എന്ന് മഹാന്മാർ പറഞ്ഞു. അപ്പൊ ഈമാൻ എന്ന വിത്ത് അത് കുഴിച്ചിട്ട് വലുതായാൽ അതിനുണ്ടാകുന്ന ഫലം മഹാന്മാരോടുള്ള മഹബത്താണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ ഈമാന ലിമൻ ലാ മഹബ്ബത ലഹു. മഹാന്മാരോട് മഹബത്തില്ലെങ്കിൽ അവന്റെ ഈമാൻ ശരിയല്ല എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ ഈമാൻ ഫലവത്തായ ഈമാനായി അല്ലാഹു തആല ആക്കി തീർക്കട്ടെ. അംബിയ ഔലിയാക്കന്മാരുള്ള മഹബത്ത്, അതിൽ നിന്ന് നമുക്ക് ലഭിച്ച പുണ്യം കരസ്ഥമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഇല്ലെങ്കിൽ അവന്റെ ഈമാൻ ശരിയായിട്ടില്ല എന്ന് മഹാന്മാർ രേഖപ്പെടുത്തും. അപ്പൊ ഇവിടെ നിങ്ങളൊക്കെ കൂടിയത് ഈ ഒലീജിന്റെ റോസ് മുബാറക്ക് എന്നതിന് പേര് വന്നിട്ടുള്ളത്. നമ്മളെല്ലാം പരീക്ഷയ്ക്ക് വിധേയമായവരാണ്. നമ്മളെ കുട്ടികൾക്ക് 10ാം തരം പരീക്ഷ വന്നാൽ ശ്രദ്ധ ഉണ്ടാവുമല്ലോ കുട്ടികൾക്ക്. രക്ഷിതാക്കന്മാർക്കും വലിയ ശ്രദ്ധ. പക്ഷേ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട് പരീക്ഷ. നമ്മളെ ഈമാനി വിഷയത്തിൽപ്പെട്ട പല കാര്യങ്ങൾ എണ്ണുന്നിടത്ത് സുആലുൽ മലക്കൈനി ഹഖ്വൻ, 2 മലക്കിന്റെ ചോദ്യം ഹഖാണ് എന്ന് മുസ്ലിമുകൾ വിശ്വസിച്ചു. സ്വർഗം ഹഖാണ്, നരകം ഹഖാണ്. ഒരു മീസാനു ഹഖ്വൻ, അമല് തൂക്കുന്ന മീസാൻ അത് ഹഖാണ്. സുആലുൽ മലക്കൈനി ഹഖ്വൻ, മുസ്ലിമീങ്ങൾ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ മഹാന്മാരുണ്ട്. 2 മലക്കിന്റെ ചോദ്യം. അപ്പൊ 2 മലക്കിന്റെ പരീക്ഷയ്ക്ക് വിധേയമാവേണ്ടവരാണ് നമ്മൾ. 10ാം തരം 12ാം തരം മാത്രമല്ല, എല്ലാവർക്കുള്ള അടക്കി പരീക്ഷ ഉണ്ട്. അങ്ങനെ ഒരു സുആലും വിഷയമൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഈമാൻ ശരിയാണ്. അത് മുസ്ലിമീങ്ങൾ വിശ്വസിച്ചോളും. അതിന് ആകേണ്ടവരാണ് നമ്മളെല്ലാം. അപ്പൊ ആ പരീക്ഷയിൽ കാര്യമായിട്ട് ജയിക്കാൻ നമ്മൾ പ്രവർത്തിക്കണം. മറ്റേ നാളെ പരീക്ഷ അത് ജയിക്കണം, കുട്ടികളൊക്കെ വേണ്ടത് തന്നെയാണ്. പക്ഷെ അതിന് ജയിച്ചില്ലാന്ന് ചോദിക്കില്ല. ഒരു ക്ലർക്കാകാൻ കഴിയൂല, അല്ലെങ്കിൽ ഒരു മാസ്റ്ററാകാൻ കഴിയൂല, അല്ലെങ്കിൽ ഒരു കലക്ടറാകാൻ കഴിയൂല എന്നൊക്കെയാണ് കരുതൽ. ഈ പരീക്ഷയിൽ അങ്ങനെ തോറ്റുപോയാൽ പറ്റ അമ്പിപ്പോകും. ഈ പരീക്ഷ സാധാരണ പരീക്ഷയല്ല. ഇതിന്റെ പരീക്ഷ ഹാള് കബറ. ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് ആദ്യമേ വെളിവാക്കപ്പെട്ടിട്ടുണ്ട്. എപ്പോഴാണ് പരീക്ഷന്റെ ഡേറ്റ് അത് തീരുമാനിച്ചിട്ടില്ല. അത് ഇസ്രായേൽ എപ്പോഴാണ് വരുന്നത്, ഇസ്രായേലിക്ക് ഓർഡർ കൊടുക്കുന്ന അപ്പോഴാണ് ആ പരീക്ഷന്റെ ടൈം. അതിൽ വരുന്ന ചോദ്യങ്ങൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് ഇമാം ബുഖാരി പോലത്തെ മഹാന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. ഒന്ന്, ബഹുമാനപ്പെട്ട പുണ്യനബിയെ പറ്റി ചോദ്യം ഉദൂൽ വരും. ആദ്യം റബ്ബിനെ പറ്റി ചോദിക്കും, കഅബ ഷരീഫിനെ പറ്റി ചോദിക്കും, ഖുർആനെ പറ്റി ചോദിക്കും, പിന്നെ പല ചോദ്യം. അവസാനമായി അവസാനമായിട്ട് ഉള്ള ചോദ്യം പുണ്യനബിയെ പറ്റി. തങ്ങൾക്കുള്ള പ്രത്യേകതകൾ ധാരാളമുണ്ട്. ഖസായിസുൽ കുബ്ര എന്ന് പറഞ്ഞ കിതാബ് തന്നെ ബഹുമാനപ്പെട്ട അല്ലാമ സുയൂത്തി തങ്ങൾക്കുണ്ട്. അതിൽ കാര്യമായിട്ട് പറഞ്ഞത് പുണ്യനബിന്റെ പ്രത്യേകതകൾ. 1.25 ലക്ഷത്തോളം അമ്പിയാക്കന്മാർ, അവരെ കൂട്ടത്തിൽ പുണ്യനബിന്റെ പ്രത്യേകതകൾ ആണ് അവിടെ എണ്ണുന്നത്. ആ പ്രത്യേകതകൾ എണ്ണുന്നിടത്ത് ഒന്ന് പറഞ്ഞത് ഖബറിന്റെ ഉള്ളെന്നുള്ള ചോദ്യം ഒരൊറ്റ കൂട്ടിനെ പറ്റി, മനുഷ്യനോട് പറ്റി ചോദിച്ചു. 1.25 ലക്ഷമുള്ള അമ്പിയാക്കന്മാരിൽ ഒരൊറ്റ കുട്ടിനോട് ചോദിക്കൂല, കുട്ടിനെ പറ്റി ചോദിക്കൂല. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ചോദിക്കും. അവരിലുള്ള പരീക്ഷ ഹാളിലുള്ള ചോദ്യം ഒന്നതാണ്.
ആ ചോദ്യത്തിന്റെ രീതി ഇമാം ബുഖാരി ഒക്കെ ഉദ്ധരിക്കുന്നത് മാ ഇൽമുക ബിഹാദർ റജുൽ, മദീനന്റെ ഭാഗത്തേക്ക് ചൂണ്ടിക്കൊണ്ട് ആ ആളെ പറ്റി എന്താ പഠിച്ചത് എന്ന് ക്വസ്റ്റ്യൻ വരും. മാ ഇൽമുക ബിഹാദർ റജുൽ എന്നല്ലാണ്ട് ഖബറിന്റെ ഉള്ളിലുള്ള പരീക്ഷ ഹാളിൽ ഇബ്രാഹിം നബിയെ പറ്റിയോ ആദം നബിയെ പറ്റിയോ മൂസാ നബിയെ പറ്റിയോ ഒന്നും ചോദിക്കും. പുണ്യ നബിയെ പറ്റി അത് തങ്ങളുടെ പ്രത്യേകത. മാ ഇൽമുക ബിഹാദർ റജുൽ, മഹാന്മാര് പറഞ്ഞ മറുപടിയും ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. ആ ചോദ്യമാണ് കിട്ടിയാൽ മറ്റുള്ള ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ചോദ്യത്തിൽ പറഞ്ഞ ആള് മുഹമ്മദും റസൂലുള്ളാഹി, മുഹമ്മദും റസൂലുള്ളാഹിയാണ് ആ ചോദ്യത്തിൽ പറഞ്ഞത്. ജാഅനാ ബിൽ ബയ്യിനാത്തി വൽ ഹുദാ, പല ദൃഷ്ടാന്തങ്ങളും ഹിദായത്തുമായി അദ്ദേഹം ഞങ്ങളെ സമീപിച്ചു. ഫത്തബഅനാഹു, ഞങ്ങൾ അദ്ദേഹത്തിനെ പിൻപറ്റി എന്ന് ഇവിടെ പരീക്ഷയെ നന്നായിട്ട് വായിച്ചു പഠിച്ച ആളാണ് പറയുന്നത്. ഇവിടെ വായിച്ചു പഠിക്കാറ് ഖുർആൻ ഹദീസ് അതിന്റെ വ്യാഖ്യാനമായ ഫിഖ് അതനുസരിച്ച് നടന്ന ആള്. ഓൻ പറഞ്ഞ മറുപടി ഇതാണെന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. ചോദ്യത്തിൽ പറഞ്ഞ ആളെ ഞങ്ങളെ നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഏതാനും ചോദ്യം അവസാനിച്ച് അള്ളാഹിനെ പറ്റി മറ്റൊക്കെ ചോദ്യങ്ങൾ ആദ്യം മുമ്പുണ്ട്. പിന്നെ മലക്കിന് പറയാനുള്ളത്, ആ മലക്കുകൾക്ക് പറഞ്ഞത് നം സാലിഹ, ഇമാം ബുഖാരിന്റെ റിപ്പോർട്ട്. മറ്റ് റിവായത്തിൽ വന്ന് നം കനൗമത്തിൽ അറൂസ്, പുതിയാപ്പള നന്നായിട്ടൊന്ന് വിശ്രമിക്ക്, നം സാലിഹ. കാരണം ഈ പരീക്ഷ ഹാളിൽ വെച്ച് ഈ മുങ്കർ നക്കീർ ഈ രണ്ടാളെ ഞങ്ങളെ കണ്ടാൽ തന്നെ ബേജാറില്ല. ഒരു ഇതക്കാരൊക്കെ നട്ടാത്തോലുണ്ടാവും. ഈ ഹാളിൽ ഇരുന്നാലും തോൽച്ചണ്ടി. എന്നിട്ട് യാതൊരു ചഞ്ചലിപ്പില്ലാണ്ട് ഉഷാറായിട്ട് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇനി എനിക്ക് വേണ്ടത് ഒരു വിശ്രമമാണ്. ദുന്യാവിൽ നന്നായിട്ട് പണിയെടുത്തുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് നന്നായി ഒന്ന് വിശ്രമിക്കൂ എന്ന് ഇമാം ബുഖാരിന്റെ റിപ്പോർട്ട്. അങ്ങനെ നം സാലിഹ. വേറെ റിവായത്തിൽ വന്ന റിപ്പോർട്ട് നം കനൗമത്തിൽ അറൂസ്, പുതിയാപ്പള റൂമിൽ വിശ്രമിക്കുന്നത് പോലെ വിശ്രമിക്കും. അയിമെന്നാണ് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഫിറോസ് മുബാറക്. ഫിറോസ് എന്ന പേര് കൊടുത്തത് മലക്കുകളാണ്. മഹാന്മാരായ മുത്തഖീങ്ങൾ സാലിഹീങ്ങൾ അവർക്ക് നം കനൗമത്തിൽ അറൂസ് എന്നവരെ മലക്ക് പറഞ്ഞിട്ടുണ്ട്. അതിന് പോകുന്നതാണ് ഇപ്പൊ ഈ ഫിറോസ്. മഹാന്മാർക്കുള്ള മരണം അവര് യഥാർത്ഥത്തിൽ പുതിയാപ്പള പോവുകയാണ് ഹൂർലിങ്ങളെ കെട്ടാൻ വേണ്ടി. അങ്ങനത്തെ മഹാന്മാർക്കുള്ള പരിപാടി ആണ്ട് നേർച്ചയിൽ ഇങ്ങനെ ഉറൂസ് എന്ന് പറയും. ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദ് തങ്ങളവറുകൾ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ തങ്ങളവറുകൾ ഇങ്ങനെ ഉദ്ധരിച്ചുകൊണ്ട് ഈ പേരിട്ടത് മലക്കുകളാണ് എന്ന് പറയാറ്. റൂസ് എന്ന പേരിട്ട് നം കനൗമത്തിൽ അറൂസ്, പുതിയാപ്പള വിശ്രമിക്കണമാര് വിശ്രമിക്കണം. മഹാന്മാരായ ആളുകൾ ശരിക്ക് ഉപയോഗപ്പെടുത്തി ബഹുമാനപ്പെട്ട ദീൻ പഠിച്ച് അമൽ ചെയ്തു. അതിന്റെ ഫലമായി അവർക്ക് പരിപൂർണമായ വിജയം കിട്ടി. ആ പരീക്ഷയിൽ ജയിച്ചു എന്നതിന്റെ തെളിവാണ് നാം കനൗമത്തിൽ അറൂസ് എന്ന് മലക്കുകൾ പറഞ്ഞു. വിശ്രമിക്കണം, ബുദ്ധിമുട്ടാകണ്ട. അനക്ക് ഖബർ എത്ര വിശാലമാക്കേണ്ടതോ ഞങ്ങൾ ചെയ്തു തരാം. സ്വർഗത്തിൽ നിന്ന് പ്രത്യേകം ഒരു ടച്ച് എന്റെ ഖബറിലേക്ക് ഞങ്ങൾ ചെയ്തു തരാം എന്നൊക്കെ അവരോട് പറയുമെന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ ഉറൂസ് എന്നതിന്റെ പേരിന്റെ അടിസ്ഥാനം ആണ് ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെ ശരിക്കും മറുപടി പറയുന്ന സജ്ജനങ്ങളിൽ നമ്മളെല്ലാവരെയും അല്ലാഹു തലപ്പെടുത്തി തരട്ടെ. അതിന് നന്നായിട്ട് 10ാം ക്ലാസ് വായിക്കണമെങ്കിലും വായിച്ചാൽ പോരാതെ ശരിയാത്ത് നിർബന്ധമായി കൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളും നമ്മൾ പാലിക്കും. നിസ്കാരം മുതൽക്ക് ഒരുപാട് കാര്യങ്ങൾ ശരിയാത്ത് കൽപ്പിക്കുന്നത് പഠിച്ചിട്ട് അതനുസരിച്ച് അമൽ ചെയ്യണം. അപ്പോളെ
ഈ ശരിക്കും മറുപടി പറഞ്ഞു. അതൊന്നുമില്ലാത്ത ആളുകൾ പറയുന്ന മറുപടി മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ ആഹ് ഹാഹ് ആഹ് ഹാഹ്. ആ മനുഷ്യനെ അറിയോ? ആഹ് ഹാഹ്. എന്റെ റബ്ബാരാണ്? ആഹ് ഹാഹ്. ഈ ജാതി മറുപടി പറയുന്ന ദുഷിച്ച ആളുകളെ കൂട്ടത്തിൽ നമ്മൾ ആരും പെടാതിരിക്കട്ടെ. ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്, ഇവിടെ പേപ്പറിൽ കണ്ടനുസരിച്ച് ഒന്ന് പ്രാർത്ഥന, നമ്മളെല്ലാവരും കൂടിയിട്ടുള്ള ഒരു പ്രാർത്ഥന. ലൈസ ശൈഉൻ അക്റമ അലല്ലാഹി മിനൽ ദുആ. മഹാനായ നബി കരീം സല്ലല്ലാഹു അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്തുവിന്റെ ദുആനേക്കാൾ യാ റബ്ബി യാ റബ്ബി യാ റബ്ബി കൊണ്ട. ഇതാണ് ഇപ്പൊ ദുആന്റെ ചുരുക്കം. അത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടം. സൃഷ്ടിക്ക് അവനോട് ചോദിക്കുന്ന മടിയാണ്, സൃഷ്ടാവിനെ ചോദിക്കാതിരിക്കുന്ന മടിയാണ്. അങ്ങനെയാണോ? അത് പുണ്യനബിയുടെ വ്യക്തം. അള്ളാഹിനോട് ചോദിക്കണില്ല, അള്ളാഹ്. നമ്മൾ തമ്മിൽ സൃഷ്ടികളോട് ചോദിക്കുകയാണെങ്കിൽ ചില ആളുകളൊക്കെ കുറച്ച് പൈസയും കാര്യമൊക്കെ ഉള്ളവനും ഗൾഫിന്നൊക്കെ വരുമ്പോ പള്ളിക്കൊക്കെ മദ്രസക്കൊക്കെ എന്ത് തന്നു. പിന്നെയും ചെന്ന് ചോദിച്ചാൽ സൃഷ്ടിക്ക് അവനോട് അങ്ങനെ ചോദിക്കുന്ന ഇഷ്ടമില്ല. ആണെങ്കിൽ എനിക്ക് ഇതല്ലാത്ത പണി വേറൊന്നുമില്ലേ എന്ന് ചോദിക്കും. റബ്ബിന് അങ്ങനല്ല, എത്ര ചോദിക്കണം അത്ര ഇഷ്ടം. ചോദ്യമില്ല എന്നാൽ വലിയ ദേഷ്യം. അപ്പം ദുആക്ക് അത് റബ്ബിന് ഏറ്റവും ഇഷ്ടമാണ് എന്ന് നിരവധി ഹദീസിൽ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്ന് രണ്ട് ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അക്റമ അലല്ലാഹി മിനൽ ദുആ. ദുആനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടമുള്ള മറ്റൊന്നാണ്. പിന്നെ നിങ്ങൾ ഇവിടെ ദുആ മജ്ലിസൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാനതിന് വരാൻ കാരണം വലിയ ദുആക്കാരനായതുകൊണ്ടൊന്നല്ല. ധാരാളം മുഅ്മിനീങ്ങൾ കൂടിയാൽ അതിൽപ്പെട്ട ഒരാൾ പ്രാർത്ഥിച്ച് ബാക്കിയുള്ളവർ ആമീൻ ചെല്ലുകയാണെങ്കിൽ അത് കൂടുതൽ ഉത്തരം കിട്ടാൻ പറ്റിയൊരു വിഷയമാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. 40 ആളൊക്കെ കൂടിയ മജ്ലിസാണെങ്കിൽ പ്രത്യേകം 40 മുഅ്മിനീങ്ങൾ കൂടിയാൽ ഒരു വലിയുണ്ട് അതിൽ എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങളുടെ അഭിപ്രായ പ്രകാരം ജുമുഅക്ക് 40 ആള് വേണം എന്ന് കണ്ടീഷൻ ചെയ്യാൻ കാരണം. അതാ മൂപ്പരെ ബലപ്പെട്ട അഭിപ്രായം. 40 മഹാനായ വ്യക്തിത്വവും ആരാണത്? റബ്ബിനറിയോ. ആ മഹാന്റെ സാന്നിധ്യം കൊണ്ട് അവിടെ നടക്കുന്ന ജുമുഅ ഖുതുബ ദുആകളൊക്കെ കൂടുതൽ സ്വീകരിക്കാൻ അവകാശമുണ്ട്. അതുകൊണ്ട് 40 തന്നെ വേണം എന്ന് പറയുന്നതിന്റെ തത്വം അങ്ങനെയാണ്. മഹാന്മാർ അവിടെ ഇങ്ങനത്തെ മജ്ലിസിൽ ധാരാളം സ്ത്രീകൾ, പുരുഷന്മാർ, സാലിഹീങ്ങൾ, മുത്തഖീങ്ങൾ, പ്രായമുള്ളവര്, ആലിമീങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവര് ഒരാൾ ദ്വാരക്ക് മറ്റൊരാൾക്ക് ആമീനില്ല. അത് കൂടുതൽ ദ്വാരക്ക് ഉത്തരം കിട്ടാൻ പറ്റിയ കാര്യമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ആ ദ്വാരക്ക് ഇവിടെ ചാൻസ് ഉണ്ട് എന്നുള്ളവർക്ക് ഞാൻ വലിയ ദ്വാരക്കാരനായിട്ട് വന്നല്ല. സ്നേഹിതന്മാര് പല പ്രാവശ്യം പറഞ്ഞപ്പം വന്നതാണ്. അപ്പം ഒന്ന്, നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ആമീൻ പറയണം. ആരാമീനാണ് സ്വീകരിക്കപ്പെടൽ എന്നില്ലല്ലോ. കുറെ കാര്യങ്ങൾ അല്ലാഹു തആല അവ്യക്തമാക്കി വെച്ചിട്ടുണ്ട്. സാധാരണ ലൈലത്തുൽ ഖദ്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്ന് രാത്രിയാണെന്ന് കണ്ടീഷനില്ല, അവ്യക്തമായി വെച്ചതാണ്. മറ്റൊട്ട രാത്രികളിലാണ് എന്നൊക്കെ ഓരോ അഭിപ്രായം, കൂടുതൽ ശക്തിയുള്ള അഭിപ്രായങ്ങളുണ്ട്. കണ്ടീഷനായിട്ട് പറഞ്ഞു എന്നതുപോലെ തന്നെ ഈ 40ൽപ്പെട്ട അല്ലാഹ് ഇഷ്ടപ്പെട്ട ആള് ആര്? അവ്യക്തം. അപ്പൊ ലൈലത്തുൽ ഖദ്ർ അവ്യക്തമാക്കാനുള്ള കാരണം എല്ലാ ദിവസങ്ങളും അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ കഴിയും. അത് പ്രകാരം തന്നെ 40ൽപ്പെട്ട ഒരാള് ആരാണ്? ആള് അവ്യക്തം, വ്യക്താക്കിയിട്ടില്ല.
അതിന്റെ ഉദ്ദേശം ആരും ആരെയും നിസ്സാരപ്പെടുത്തണ്ട. കാരണം അള്ളാഹ് ഇഷ്ടപ്പെട്ട മഹാന്മാര് 40 പല 40 കുടുംബം പല മഹാന്മാരുണ്ട്. അപ്പൊ ആരും ആരെയും തുണി ഉപ്പായും ഉറപ്പില്ല, അല്ലെ കാണാൻ ചുരുക്കില്ല, അല്ലെങ്കിൽ മറ്റൊരിതൊന്നുമില്ല. അതുകൊണ്ടൊന്നും ഒരാളിങ്ങൾ അവരെ വില വെക്കാതിരിക്കരുത്. കാരണം അള്ളാന്റെ അടുക്കൽ മഖ്ബൂലായ ആൾ ആർ എന്ന് വ്യക്താക്കിയിട്ടുണ്ട്. ഇതിന്റെ തത്വം മഹാന്മാര് പറഞ്ഞത് ആരും ആരെയും സാരപ്പെടുത്തണ്ട. എല്ലാവരും മറ്റവനെ ബഹുമാനിച്ചുകൊണ്ടങ്ങനെ നീങ്ങണം. കാരണം അല്ലാഹു തആല ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയോട് അറപ്പും വെറുപ്പും കാണിച്ചാൽ ഒരു അപകടം. അപ്പൊ ഇങ്ങനെ ഒരുപാട് ആളുകൾ കൂടുമ്പോൾ ഇങ്ങനത്തെ സ്വാലിഹ്യങ്ങൾ ധാരാളം ഉണ്ടാവും. അവരെ ആമീൻ നമ്മളെ ദുആക്ക് വലിയൊരു മുതൽ കൂട്ടാണ്. അതിനു വേണ്ടിയാണ് ഇങ്ങനത്തെ സഭയിൽ വെച്ച് ദ്വാരക്കുന്നത്. പിന്നെ ദ്വാരക്കാൻ കൂടുതൽ അർഹരായ ആളുകൾ നല്ലതാണ്. പക്ഷേ അർഹരല്ലാത്തവർക്ക് ദ്വാരന്നൂടാ എന്ന് ശരിയാത്ത് പറയണില്ല. ഏറ്റവും മോശപ്പെട്ട ആളായിട്ട് എണ്ണപ്പെടുന്നത് ഇബ്ലീസിനെ. ലഅനത്തുല്ലാഹ് എന്നൊക്കെ പറയുമ്പോഴുന്ന ആള് ഇബ്ലീസാണ്. ഓനും ദ്വാരന്നിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആർക്കും ദ്വാരക്ക റബ്ബിന് പറയുന്നു. വലിയ വലിയ മഹാന്മാര് ദ്വാരന്ന കൂടുതൽ ശക്തിയാണ്. പക്ഷെ മഹാന്മാരല്ലാത്ത മോശക്കാർക്കും ദ്വാരക്കാൻ പാടില്ല എന്ന് ശറഅ് പറഞ്ഞു. ആർക്കും ദ്വാരക്കാം. കാരണം ഇബ്ലീസ് ദ്വാരന്നിട്ട് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഇബ്ലീസ് മലക്കുകൾക്കുള്ള മുദരിസായിരുന്നു. സ്വർഗത്തിന്റെ പാറാവുകാരനായിരുന്നു. പല സ്ഥാനത്തും വഹിച്ച ആളാണ്. പക്ഷേ ഉസ്താദായ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിനെ ബഹുമാനിക്കാത്തതിന്റെ പേരിൽ തള്ളി. അപ്പോൾ പറഞ്ഞ് പല സ്ഥാനമാനങ്ങളും ഞാൻ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയിൽ ഇങ്ങനെ അപകടം എന്ന് അതുകൊണ്ട് എന്നെ പുറന്തള്ളി. എന്നാലും എനിക്ക് എന്നോട് ചോദിക്കാണ്ട് ഉറപ്പേ, എനിക്ക് 2ാം ഊത്ത് വരെ ദീർഘായുസ് തരണം. അവൻ 2ാം ഊത്ത് വരെ എനിക്ക് ദീർഘായുസ് തരണം. അവൻ ഈ പഹനായതുകൊണ്ട് അവിടുന്ന് നല്ല പറഞ്ഞു. 1ാം ഊത്ത് വരെ എനിക്ക് ദീർഘായുസ് തരാം. ഇത് അവന് മറുപടി പറഞ്ഞു. അപ്പോ എത്ര മോശക്കാരനായിട്ടുണ്ട് ഉത്തരം കിട്ടി. നമ്മളെ പോലത്തെ ആളുകൾ മോശക്കാരാണെങ്കിലും വരക്കാൻ പാടില്ല എന്ന് ശരിയായിട്ട് പറഞ്ഞില്ല. ഒരിക്കലും വരക്കാം. 1ാം ഊത്തിൽ എല്ലാവരും തകർന്നു. ആകാശം ഭൂമി സകലം തവിടുകൂടിയാവും. ഒരാളും മരിച്ചാത്തുണ്ടാവില്ല. 2ാം ഊത്ത് ഊതിയാൽ എല്ലാം മരിച്ചവരും ഹയാത്താവും. മഹ്ശറയിലേക്ക് നീങ്ങും. അങ്ങനെ 2ാം ഊത്ത് ഊതി കഴിഞ്ഞാൽ പിന്നെ ഈ മരണം എന്ന് പറഞ്ഞ സാധനം ഒരു ആടിന്റെ വേഷനിൽ കൊണ്ടിട്ട് സഭയിൽ വെച്ച് ഒരൊറ്റ അറക്കലാണ്. ഇനി മരണമില്ല. ഇനി നരകത്ത് കിടക്കണവർ എല്ലാ പണി കഴിഞ്ഞിട്ട് വാതിൽ പൂട്ടിയിട്ട് പോയി. വർഷം കാത്തു രക്ഷിക്കട്ടെ. സ്വർഗത്തിൽ കിടക്കണവന് കാലാകാലം കിടക്കാം. പിന്നെ മരണത്തിന്റെ അർത്ഥമില്ല. അതാണ് ഓൻ ഈ ചോദിച്ചതിന്റെ അർത്ഥം. 2ാം ഊത്ത് വരെ എനിക്ക് ദീർഘായുസ് തരണം. എന്നാ മരണത്തിൽ വെച്ചിലാക്കുന്നത്. അവന് കിട്ടിയ ഉത്തരം 1ാം ഊത്ത് വരെ എനിക്ക് ദീർഘായുസ് എന്ന്. അപ്പൊ നമ്മളെ സാധാരണ ഇൻസിലിന്റെ മാതിരി അല്ലെ മറ്റു ജിന്നുകളൊക്കെ മാതിരി ഇടയിലൊന്നും വെച്ചില്ല. 1ാം ഊത്ത് വരെ ഒന്നല്ലോ അവൻ ചോദിച്ചു വാങ്ങിയെന്നെ. വല്ല വാഹനത്തിൽ കുടുങ്ങി മരിച്ച അപകടത്തിൽ പണി കഴിച്ചാവില്ല. 1ാം ഊത്തിന് നമ്മൾ ഓൻ ചോദിച്ചു വാങ്ങിയെന്ന്. ഓനാണെങ്കിൽ തള്ളപ്പെട്ട ഭയനാണ്. ഓൻ ചോദിച്ചിട്ട് ഉത്തരം കിട്ടിയ. അപ്പം ഏതൊരാൾക്കും ചോദിക്കാൻ അധികാരമില്ല. വലിയ മഹാന്മാര് ചോദിച്ചാൽ ചിലപ്പം വേഗം ഉത്തരം കിട്ടും. ചിലപ്പോ മഹാന്മാർ ചോദിച്ചാലും വേഗം ഉത്തരം കിട്ടിപ്പോണമെന്നില്ല. തെളിവ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം സൃഷ്ടികളിൽ വെച്ച് 3ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്.
അള്ളാഹിന്റെ സൃഷ്ടികൾ വെച്ച് നമ്പർ 1 മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ ആള് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മൂന്നാമത്തെ ആള് കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. മൂസാ നബി ഫിറഔനെ മുക്കി നശിപ്പിക്കാൻ, ഫിറഔനെയും പാർട്ടിയും മുക്കി നശിപ്പിക്കാൻ പ്രാർത്ഥിച്ച ആള് വലിയ പവറുള്ള കരീമാണ്. ലോകത്ത് സൃഷ്ടികൾ വെച്ച് 3-ാം സ്ഥാനമുള്ള ആളാണ്. റബ്ബിയായിട്ട് സംസാരിച്ച ആളാണ്. പക്ഷെ 40 കൊല്ലത്തിന് ഒരു ജലദോഷോ ഒരു പനിയോ ഉണ്ടായിട്ടില്ല. മൂസാ നബി 40-ാം കൊല്ലം ഓനെ ഒന്നായിട്ട് ബഹറിൽ മുക്കി. ഓന്റെ മുഖദ്ദസ് മറ്റേ കുറച്ച് യാത്രയൊക്കെ പോയിട്ട് പല ആളുകളും ഞാനും പോയിരുന്നു. ഫിറഔനൊക്കെ കണ്ട് ഉണങ്ങി ചുങ്ങിയ ആള്. പിന്നെ വലിയ മ്യൂസിയം അത് വേറുള്ള സാധനമൊക്കെ ഉണ്ടാക്കി വെച്ച് വലിയ ആള് ഫോട്ടോ ഉണ്ടായില്ല. ഇവന്റെ ഇതിങ്ങനെ 35,000 കൊല്ലം കള്ളിന് അടിയിൽ കിടക്കുന്ന ചരിത്രം. മൂസാ നബീന്റെ ദുആ 40 കൊല്ലം കഴിഞ്ഞിട്ട് ഫലത്തിൽ വന്നത്. അപ്പൊ നമ്മൾ ദ്വാരക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ദ്വാരക്ക് ഉത്തരണ്ട് എന്നൊക്കെ മൂല്യന്മാർ പറയും. ശരി തന്നെയാണോ? ചില ആളുകൾക്ക് സംശയം തോന്നും. ഞാൻ ഇപ്പൊ എന്റെ മകൾക്ക് പ്രളയുണ്ടാകാൻ വേണ്ടി, കുട്ടികളുണ്ടായി കിട്ടാൻ വേണ്ടി പല സ്ഥലത്തും ഞാൻ ദ്വാരിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ ഉണ്ടായിട്ടില്ല. അല്ല, എന്റെ മകൻ ഗൾഫിൽ പോയി ഒരു ജോലിയിലാകാൻ വേണ്ടി ഞാൻ പല കാര്യങ്ങളും പോയാണ് ദ്വാരിപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ ചില പൈസയും കൊടുത്തിട്ടുണ്ട്. എന്റെ മകൻ ഗൾഫിൽ പോവുക എന്ന പ്രശ്നമല്ലാണ്. ബൈക്ക് പോയി ചവിട്ടിയിട്ടില്ല. വരക്കാൻ ഞാൻ പല സ്ഥലത്തും ദ്വാരിപ്പിച്ചു. എനിക്കാ വേഗം കിട്ടിയിട്ടില്ല എന്ന് തെറ്റിദ്ധരിക്കും. ഈ ദുആക്ക് ഉത്തരം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കണം. ഉദുഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദ്വാരക്ക് ഞാൻ ഉത്തരം ചെയ്യാം. എന്നെ വ്യാഖ്യാനിക്കേണ്ട തങ്ങളാണ്. തങ്ങൾക്കുള്ള മെയിൻ പരിപാടി തന്നെ തങ്ങളിലേക്ക് ഇറക്കപ്പെട്ട ആ ഖുർആൻ വിശദീകരിക്കലാണ് തങ്ങളെ മെയിൻ പണി. അപ്പൊ ഉദുഊനി അസ്തജിബ് ലക്കും എന്ന വാക്യം വിശദീകരിക്കേണ്ട പുണ്യനബി പറഞ്ഞത്, ഇവൻ ചോദിച്ച കാര്യം താമസമില്ലാണ്ട് കിട്ടും, ഒന്നിരിക്കൽ ഉത്തരം അങ്ങനെ. അതല്ലെങ്കിൽ ഇവൻ ചോദിച്ച കാര്യം തന്നെ കിട്ടും കുറേ കാലം കഴിഞ്ഞിട്ട്. അത് ദുആന്റെ ഉത്തരം. അല്ലെങ്കിൽ ആ ചോദിച്ചത് കിട്ടൂല. അവൻ അങ്ങനെ ദ്വാരന്ന് എന്ന നിലക്ക് അവന്റെ മേൽ കടമയാക്കപ്പെട്ട, അവന്റെ മേലിൽ തീരുമാനിക്കപ്പെട്ട ചില ആഫാത്ത് മുസീബത്തുകൾ തട്ടി നീക്കി. ഇത് ദുആന്റെ ഉത്തരം. ചിലപ്പോ ആ ചോദിച്ചത് തീരെ കിട്ടിയില്ല ദുനിയാവിൽ എന്നുമാണ് ചോദിച്ച. മഹ്ശറിൽ ചെന്ന് നോക്കുമ്പോൾ ബണ്ടൽ കണക്കിൽ കൂലി. അപ്പൊ ഓൻ തന്നെ അല്പം പഠിച്ച തമ്മിൽ ഇതെല്ലാം പാടെ എനിക്ക് വിടുന്നത്. അത് ഈ ദ്വാരൊന്നും കാര്യമായിട്ട് അത്തരം കിട്ടിയിട്ടില്ല, തന്നിട്ടില്ല. എന്റെ കൂലി അത് മഹ്ശറിലുള്ള ഒന്നായിട്ട് വിചാരിക്കുക, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളെ ചോദ്യത്തിനൊന്നും ദുനിയാവിൽ ഉത്തരം കിട്ടാതെ എങ്ങനെ നീട്ടി കിട്ടിയാൽ മതിയായിരുന്നേനെ എന്ന് കൊതിക്കും എന്ന് മഹാന്മാർ പറഞ്ഞു. അപ്പൊ ദുആന്റെ ഉത്തരം നമ്മളൊന്ന് മനസ്സിലാക്കണം ആദ്യം തന്നെ. മൂസാ നബിന്റെ കാര്യം 40 കൊല്ലാണ്. ഇനി അതിനേക്കാൾ വലിയ ആളാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കം ഫതഹിന്റെ ഹിജറന്റെ മുമ്പ് വലിയ അടങ്ങേറാണ് മുസ്ലിമീങ്ങൾക്ക് മക്കയിൽ. അബൂജഹൽ ശൈബത്തൊക്കെ പറക്കണ കാലം. അതുപോലെ അവിടുത്തെ ഭരണാധികാരികളാണ്. പുണ്യനബി ആ സമയത്ത് കഅബ ഷരീഫിന്റെ മുന്നിൽ പോയി 2 റക്അത്ത് നിസ്കരിച്ചു. തങ്ങൾക്കുള്ള ഉപ്പാപ്പ പുനർനിർമ്മാണം ചെയ്ത കഅബ ഷരീഫിന്റെ മുന്നിൽ തങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചു. അപ്പം അബൂജഹൽ വെത്തുബത്ത് ഷൈബത്ത് ഇവരൊക്കെ ഉണ്ട് അവിടെ. ഓൽക്കല്ലെങ്കിൽ തന്നെ ഒഴിവ് കിട്ടുകയാണെങ്കിൽ കഅബ ഷരീഫിന്റെ നിഴലിൽ ഇരുന്ന് തുറക്കൂല.
നേൽ ആ ഭാഗത്തേക്കാവുമ്പോൾ അവിടെ നേൽ ഇങ്ങനെ പുറത്തേക്കാവുമ്പോൾ അവിടെ ഉണ്ടാവും. ഒരു ഒഴിവ് കിട്ടിയ അവിടെ ഒരു തുറക്കല്. ആ സമയത്താണ് തങ്ങൾ വന്നുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ച്. അബൂജഹൽ ചോദിച്ചു, അവിടെ ഒരു ഒട്ടക അറുത്ത് അതിന്റെ കുടലുമാരിയൊക്കെ ഉണ്ട്. ഇവനൊരു മാലിടാൻ ആരാധിക്കാറ്. ആ കുടലെല്ലാം നമ്മളൊക്കെ കൊടുന്നുകൊണ്ട് തങ്ങളെ വേറ്റി കൊണ്ടിരിക്കുക. ആർക്കാണ് സാധിക്കുക? അബൂജഹൽ ചോദിച്ചു. ഇമാം ബുഖാരി ചരിത്രമാണത്. ഇമാം ബുഖാരിന്റെ റിപ്പോർട്ട്. ആ കൂട്ടത്തിൽ വലിയൊരു അതിന് വരുമ്പോൾ ഓൻ അതൊക്കെ പാടി ഭാര്യ കൊണ്ട് തങ്ങളെ കൗച്ചുകൊണ്ട് വെച്ചു. ഒരു തമ്മിൽ വലിയ കൂട്ടച്ചുറിയും മറ്റും മറിച്ചൊക്കെ അതങ്ങനെ. കഅബാശരീഫിന്റെ മുന്നിൽ നിന്നാണ് തങ്ങൾ മദ്ലൂമാണ്, അക്രമമാണ് ചെയ്തത്. ഏതായാലും തങ്ങൾ വാഴുന്നു. ഖുറൈശിന്റെ പൊടി തമ്പുരാനെ, അബൂജഹലിന്റെ പൊടി, ഉത്ബത്തിന്റെ പൊടി, ശൈബത്തിന്റെ പൊടി. ആ ദ്വാരന്റെ പിറ്റേന്നോ അതിന്റെ പിറ്റേന്നോ ഒന്നും ജലദോഷം കൂടി വിലക്കുണ്ടായിട്ടില്ല. തങ്ങളേലും അപ്പുറം ആൾക്കാരാവില്ല. പിന്നെ ഹിജറ പോയി 1 കൊല്ലം കഴിഞ്ഞ് ഹിജറ 2-ാം കൊല്ലം അതിൽ ബദറാണ്ട് പൊട്ടി. ഞങ്ങളെ ദുആന്റെ ഉത്തരത്തിന് കുറച്ച് കൊല്ലങ്ങൾ വേണ്ടി വന്നു. അപ്പൊ സഹാബത്തിന് അന്ന് ആ മാലിടുന്നതിന് എതിർക്കാൻ കഴിഞ്ഞില്ല. വായു നസൂലൊക്കെ അവിടെ ഉണ്ട്. ആ സന്ദർഭത്തിൽ മുണ്ടിയിട്ടുണ്ടെങ്കിൽ തൗല് കൂടിയാക്കി. മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്ന് തങ്ങളെ പെരടിയിലൊക്കെ വലിച്ചിട്ട് കുറെ ചീത്ത. അതവരെ മെയിൻ ചെയ്തില്ല. കാരണം ചെറിയ കുട്ടി എന്നൊക്കെ പറയും, പോട്ടെ. വലിയൊരാള് പറഞ്ഞേക്കാണെങ്കിൽ ബാക്കിട്ടാവില്ല. വായുനൂസിന് വലിയ പ്രശ്നമാണ്. എനിക്കൊന്നും കഴിയാൻ ആ മനസ്സിലങ്ങനെ ഖേദം കൊണ്ടിടക്കാം. ഏതായാലും ബദറാണ് പൊട്ടി. ആ മാല കമ്മിറ്റിയിൽപ്പെട്ട ഒരാളല്ലാത്ത സകല ആളുകളെ സഹാബത്ത് ബദറിൽ എടുത്താണ് കിടത്തി. അപ്പം തങ്ങൾ അന്ന് വേണ്ട ഉത്തരമാണ് 2 കൊല്ലം 2 കൊല്ലം വരുന്നത്. അപ്പൊ ദുആക്ക് ചിലപ്പം ഉത്തരം വഴുകും. എത്ര വലിയവനാണ്, അതിനുമാണ് ദ്വാരക്കുക. അപ്പം ദുആ എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് നിന്ന പുരുഷമെന്ന് പറയലാണ് ദുആ എന്ന് മനസ്സിലാക്കേണ്ടത്. എപ്പോഴും ദ്വാരക്കുക. എന്നാല് ഉത്തരം ചിലപ്പം വഴുകും, ചിലപ്പം അത് കിട്ടിയില്ലെന്ന് വന്നേക്കും, ചിലപ്പം ആഫത്ത് മുസീബത്ത് തട്ടി മാറ്റിയെന്ന് വന്നേക്കും. ഇങ്ങനൊക്കെ ആണ് ദുആന്റെ സ്ഥിതി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ഉത്തരം എന്ന് പറഞ്ഞത്. സക്കരിയ നബി അലൈഹിസ്സലാം നബിയാണല്ലോ, വലിയ ആളല്ലേ. എനിക്ക് പ്രായം അധികമായി, എനിക്കൊരു കുട്ടി ഉണ്ടായിട്ടില്ലല്ലോ ഖുർആനിൽ. എനിക്കൊരു കുട്ടി വേണം. റബ്ബി ഹബ്ലി സ്വാലിഹ ഫഹബ്ലി മിൻ ലദുൻക വലിയ്യൻ യരിസുനി. എന്റെ അനന്തരാവകാശിയായിട്ടുള്ള ഒരു കുട്ടി എനിക്ക് കിട്ടണം. പ്രായം അധികമായി ചെയ്തു. റബ്ബിനോട് വരുന്നപ്പോ റബ്ബിന്റെ മറുപടി കുട്ടി തരാ. മൂപ്പരും വലിയ പ്രായം കവിഞ്ഞിട്ടുണ്ട്, ഉണങ്ങി ചുങ്ങിയിട്ടുണ്ട്. ഭാര്യ നല്ല പ്രായം, ഒട്ടമാസമാർക്കായിട്ട് ഭാര്യ. ഏതായാലും കുട്ടി തരാന്ന് പറഞ്ഞു. അവനൊന്ന് ബന്ധപ്പെട്ടു. പിന്നെ മൂപ്പരെ ചോദ്യം, നമ്മൾ ഗർഭം ധരിച്ചിട്ടുണ്ടോ അല്ലേ എന്ന് എനിക്കൊന്ന് ആദ്യം. കുട്ടി പുറത്ത് കാരണം 8-10 മാസം മണക്കുകയാണ്. ഇത് ഗർഭം ആയിണെന്ന് എനിക്കൊന്ന് കൂട് വീണം തരണം തമ്പുരാനെ. കാരണം പരിശുദ്ധ ഖുർആൻ ആയത്തുക അല്ലാ തുകല്ലിമന്ന സലാത്തി അയ്യാമിൻ ഇല്ലാ റംദ. നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഗർഭമുണ്ട് എന്നുള്ള തെളിവ് 3 ദിവസം നമുക്ക് സംസാരിക്കാൻ കഴിയും. 3 ദിവസം തൊള്ളോണ്ട് നാടൻ വർത്താനം പറയാൻ കഴിയൂല. ഇല്ല റംസ ആങ്ങി കാണിച്ചിട്ടൊഴികെ. ചായ വേണമെന്ന് പറയണമെങ്കിൽ പറയാൻ കഴിയൂല.
ചോറ് വേണമെന്ന് പറഞ്ഞാൽ വേണം കഴിയില്ല. 3 ദിവസം വദ്കുർ റബ്ബക കസീറാ. ആ സമയത്ത് നിങ്ങൾക്ക് നല്ല ചാൻസാണ്. ധാരാളം ദിക്ർ വർദ്ധിപ്പിക്കണം. നമുക്കിവിടെ ദിക്റിന്റെ ഏർപ്പാടും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സക്കറിയ നബി അലൈഹിസ്സലാം 3 ദിവസം സംസാരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായാൽ എനിക്ക് വളരെ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ നമ്മൾ സാധാരണ ഒന്നിരിക്കൽ രക്തം പരിശോധിക്കും, അല്ലെ മൂത്രം പരിശോധിക്കും, ഗർഭമുണ്ടോ നോക്കാൻ. മൂപ്പര് വരുന്നിട്ട് മൂപ്പരെ പെണ്ണുങ്ങൾക്ക് ഗർഭമുള്ളേക്ക് തെളിവ് പറഞ്ഞത് ഖുർആൻ. 3 ദിവസങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും. എല്ലാ തുകല്ലിമന്നാസ സലാസത അയ്യാമിൻ ഇല്ലാ റംസ. അങ്ങനെ കുട്ടിയുണ്ടായി. യഹ്യ നബി അലൈഹിസ്സലാം നബിനെ വന്ന് മൂപ്പര് പറഞ്ഞ യരിസുനി എന്നാണ് മൂപ്പര് പറഞ്ഞത്. എന്റെ അവകാശിയായിട്ട് വരുന്നത്. പക്ഷേ മൂപ്പര് ദ്വാരക്കാൻ പറ്റിയ ആളാണല്ലോ. മഷ്ഹൂറ അഭിപ്രായ പ്രകാരം സക്കറിയ നബി മരിക്കണേന് മുമ്പ് തന്നെ യഹ്യ നബി. അപ്പൊ യരിസുനി എന്നത് സ്വീകരിച്ചില്ല. കുട്ടി നല്ലൊരു കുട്ടീനെ കിട്ടണം കൊടുത്ത്. എന്റെ മരണശേഷം ആകണം ആ കുട്ടിന്റെ മരണം, അത് സ്വീകരിച്ചില്ല. ഞാൻ ആഖിറത്ത് നിന്ന് മൂപ്പർക്ക് ആ പറഞ്ഞതിനെ കൂലി. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ദുആന്റെ സ്ഥിതി എന്ന് ഞാൻ വിചാരിച്ചു. നന്നായി ദ്വാരക്കണം. സമയത്ത് ഉത്തരം അതിന് കണക്കാക്കപ്പെട്ട സമയത്ത് വലിയവർക്കൊക്കെ ഉത്തരം കിട്ടിയത് അങ്ങനെയാണല്ലോ. ഇതാണ് ദുആന്റെ സ്ഥിതി എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. വിചാരിച്ചിട്ട് എപ്പോഴും ദ്വാരക്കുമ്പോൾ നേരെ മറിച്ച് ഉത്തരമൊന്നും കിട്ടിയില്ല, പറഞ്ഞൊന്നും കിട്ടിയില്ല, ഇവൻ ആഫത്ത് മുസീബത്ത് കണക്കാക്കി തട്ടിയാവും പോയില്ല. ആഖിറത്തൊന്നും ഒന്നും കിട്ടിയില്ല. എന്നാൽ തള്ളപ്പെട്ട ദുആ എന്ന് പറയുന്നത് ഇതിനാണ് തള്ളപ്പെട്ട ദുആ. ഒന്നിരിക്കൽ ദുആന്റെ ഉത്തരം കിട്ടണം, ദുആന്റെ കൂലി കിട്ടണം ആഖിറത്തുനിന്ന്. അല്ലെങ്കിൽ ഇവൻ പല വിഷയത്തിട്ട് ദ്വാരന്ന്, പക്ഷേ എന്റെ പെണ്ണുങ്ങൾക്ക് ഗർഭമുണ്ടായ സമയത്ത് ഓള് വള്ളം മുക്കണേന്റെ ഇടയിൽ കെട്ടിക്കൊണ്ടു. ഉദാഹരണം പറയണം, ഒരു കേടുണ്ടായില്ല. അതിന് മഹാന്മാര് പറഞ്ഞു ഓനും ഓളും ഒക്കെ വേറെന്തോ വാഴ്ന്നിട്ടുണ്ട്. മകൻ ഉദാഹരണം പറയും, മകൻ ഗർഭപ്പെട്ടെ തമ്പുരാനെ അതിന് ചെയ്തു തരണേ ചെയ്തു കൊടുക്കില്ല. ആ ദുആക്ക് ഫലമായിട്ട് ഇവക്ക് കണക്കാക്കപ്പെട്ട അപകടം തട്ടി മാറ്റി. ഗർഭമുള്ള ഒരു പെണ്ണ് കയറ്റിക്ക് ആടിയിട്ട് യാതൊരു കേടും കിട്ടിയില്ല. ഇതിന്റെ ദുആന്റെ ഉത്തരാണ് എന്ന മഹാന്മാരോ. അപ്പൊ ആഫത്ത് മുസീബത്ത് കണക്കാക്കി തട്ടി മാറ്റി, അത് ദുആന്റെ ഒരു ഉത്തരം. ഇങ്ങനെയൊക്കെയാണ് ദുആന്റെ ഉത്തരങ്ങൾ. ഏനും വേണം ആ സമയത്ത് ദ്വാരക്ക് ധാരാളം. പിന്നെ നമ്മൾ സാധാരണ പറയാറുണ്ട്, യാത്രയിലൊക്കെ മലയാളിമാർ പ്രത്യേകിച്ചും കാറ് കയറിയാല് ഡ്രൈവറോട് എല്ലാം ഛർദിച്ചിട്ടോ, എല്ലാം കരുതി വിട്ടോ, എല്ലാം ഛർദിച്ചോ എന്ന് പറയും. പുണ്യനബി പറഞ്ഞത്, നിങ്ങൾ ഈ പറഞ്ഞ ഛർദുണ്ടല്ലോ, അള്ളാന്റെ ഖവാഇനെ മാറ്റാൻ ഛർദക്ക് കഴിയില്ല. ഒരുത്തം റോഡിൽ ഇറങ്ങിയാണ്ട് അന്ന് അരുകൂടെ നടക്കുള്ളൂ. വളരെ ഛർദയാണ്, അരുകൂടൊന്നും പോവില്ല. പക്ഷെ ഓനെ കണക്കാക്കിയത് വാഹനം കുത്തിയോ മറ്റും. എന്നാൽ ഓൻ അരുകൂടെ പോണ സമയത്ത് അതിന്റെ ടൈം ആവുമ്പോ ഒരു വാഹനാണ് വന്നുകാണ് ഓനെ പുറത്താണ്ട് പോകും. ഓൻ ഛർദിക്കാത്തത് കൊണ്ടല്ല. പുണ്യനബി പറഞ്ഞു, ലാ യുഗ്നി ഹദറു മിനൽ ഖദർ. അള്ളാന്റെ ഖദറിനെ ഓവർടേക്ക് ചെയ്യാൻ ഛർദക്ക് കഴിയൂല. മഹാനായ നബി കരീം സല്ലല്ലാഹു. പിന്നെന്താ വദ്ദുആഉ യൻഫഉ ലിമാ നസല വമാ ലം യൻസിൽ. ദുആ അത് ഇറങ്ങാൻ തീരുമാനിച്ചതിനും ഇറങ്ങാത്തതിനും ഇറങ്ങിയതിനൊക്കെ പറ്റും ദുആ. അപ്പൊ ആഫത്ത് മുസീബത്ത് ഇറങ്ങി അതിനും ദുആ പറ്റും, ഇറങ്ങാനുള്ളതിനും പറ്റും ദുആ. എന്നല്ലാണ്ട് ഈ പറഞ്ഞ ഛർദുണ്ടല്ലോ, ഛർദിക്കണം വേണ്ടെന്നല്ല,
പക്ഷെ അള്ളാന്റെ ഖളാ അവിടെ ഉണ്ടെങ്കിൽ ആ ഷർത്ത് ലവലേശം കിട്ടില്ല. മഹാന്മാരുടെ ചരിത്രത്തിൽ പറഞ്ഞ് ഒരു മഹൽ വ്യക്തി മറ്റൊരു വലിയൊരാളെ കണ്ടു. നമ്മൾ സംസാരിച്ചൊക്കെ ഇങ്ങനെ പോയി. ഈ വലിയ ആള് ഇപ്പം പോണ നേരത്ത് പറഞ്ഞു, എന്റെ മരണം ഒരു പാമ്പ് കൊത്തിയിട്ടാണ് ഈ കാര്യം. ചില വലിയ മനുഷ്യന്മാരെ പറഞ്ഞ അപ്പടി തീരും നിന്ന് പുണ്യ നബിന്റെ പറഞ്ഞിട്ട്, ഇന്ന മിൻ ഇബാദില്ലാഹി മൻ, അല്ലാഹുവിന്റെ ഇബാദിൽ ചില വ്യക്തികളുണ്ട്, അവരെന്തേ ഒന്ന് പറഞ്ഞാൽ അല്ലാഹു ശരിയാക്കിയേ നോക്കൂ. അങ്ങനത്തെ ആളുകളുണ്ട്. മഹാനായ നബി കരീം ഇയാള് പറഞ്ഞ എന്റെ മരണം പാമ്പ് കൊത്തിയിട്ടാണ്. ഇയാള് ബേജാറായ, ഇയാള് വലിയ ആളാന്ന് മറ്റൊക്കെ അറിയാം. ഏതായാലും ഇനി കഴിഞ്ഞോടത്തും ഛർദിക്കല്ലാണ് എന്താ പാട്ട്. അങ്ങനെ അയാളെ ജീവിതത്തിൽ മുഴുവൻ ആ പറഞ്ഞോളം മുതൽ നിലത്ത് ആ സാധനം ചവിട്ടിയിട്ടില്ല. നിലത്ത് ചവിട്ടിയെങ്കിലല്ലേ പാമ്പൊത്തല്. അപ്പൊ ഇന്ന് മോട്ടോർ സൈക്കിളും കാറും ഒക്കെ ഉള്ളമായിരിക്കുന്ന കാലല്ലത്. അന്ന് കുതിര, അത് പ്രകാരം തന്നെ ഒട്ടകം, കൈത, ഇതിന്റെ പുറത്തെ എപ്പ നടക്കുന്നു. വീട്ടിൽ നിൽക്കുമ്പം നിലത്തെ ചവിട്ടിന്ന് തരും, അല്ലാതെ വർത്താനം പറഞ്ഞു നിലത്തെ ചവിട്ടില്ല. അങ്ങനെ പോയി. പക്ഷേ ഈ മഹാനായ ഒലീജി പറഞ്ഞല്ലോ, എന്റെ അന്ത്യം പാമ്പ് കൊത്തി. ആ സമയം വന്ന് നോക്കുമ്പം ഒരു പരുന്ത് ഒരു പാമ്പിനെ കൊത്തിയാണ് പാറി. പരുന്തിന്റെ തൊള്ളേന്ന് പടഞ്ഞ് 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 പാമ്പ് നിലത്തിയടി. ചാടിയത് ഇവൻ കേറിയ ഒട്ടകത്തിന്റെ പുറത്തേക്ക് ആ പാമ്പ് ചാടി. പാമ്പ് നീണിക്കൽ ആ മഹാൻ പറഞ്ഞിട്ടില്ല. ഇവൻ ഛർദിച്ച് നിലത്ത് പിന്നെ ആ സാധനം ചവിട്ടിയിട്ടില്ല. ഒരു ഫലം ഉണ്ടായില്ല. അതാ പുണ്യ നബി പറഞ്ഞു, ലാ യുഗ്നി ഹദറു മിനൽ ഖദർ. ഷർദ ഖദറിന് തീരെ ലവലേശമാണ്. ഖദറിനെ ഓവർടേക്ക് ചെയ്യാൻ ഷർദക്ക് കഴിയില്ല എന്ന് മഹാനായ നബി കരീം. അത് ഇറങ്ങിയാലും പറ്റും, ഇറങ്ങാനുള്ളതിനും പറ്റും. ഇറങ്ങിയ ഉള്ളതിനും ഇറങ്ങാനുള്ളതിനും അല്ലാത്തതിനൊക്കെ പറ്റും. ബഹുമാനപ്പെട്ട നാടൻ ഉദാഹരണം പറയാണ്. ഉദാഹരണം ബഹുമാനപ്പെട്ട സദഖുള്ള മുസ്ലിം വലിയ ആളാണ്, ഉസ്താദിന്റെ ഉസ്താദാണ്. സമസ്തന്റെ ഒരു കാലത്തുള്ള പ്രസിഡന്റായിരുന്നു. പിന്നെ വണ്ടൂർ ചൊല്ലി കൊടുക്കണ കാലത്ത് ഒരു മഹാൻ അങ്ങാടിയിലുണ്ട്. മൂപ്പരെ കാണാൻ വേണ്ടി പള്ളി കയറി. അപ്പൊ മൂപ്പര് കുട്ടികളെ ഇരുന്ന് ആലുവായി കാണാൻ വന്ന്. അപ്പൊ മൂപ്പര് കുട്ടികളോട് കണ്ട് ചായ കൊണ്ടിരിപ്പിച്ച് ഒരു 250 പഞ്ചാരി പൊരി. മൂപ്പർക്ക് ഷുഗറുള്ള ആളായതുകൊണ്ട് മൂപ്പര് മധുരടല്ല. മറ്റേക്ക് മധുരം വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ എന്ന് നിലക്കും പൊതിയും കൊണ്ട് ആലുവായി പോക്ക് എത്താത് പഞ്ചാര നിങ്ങൾക്ക് വേണേ ഇടാനുള്ള കൊണ്ടിരിപ്പിച്ച എനിക്ക് പറ്റില്ല. മൂപ്പര് 250 ഒന്നായിട്ട് മൂപ്പര ചായയിൽ കലക്കിയാണ് കുടിച്ചാളിയാണ്. ഒറ്റക്കുടി മരിച്ചിനെ വഴി ഇവർക്ക് ഷുഗറിലായിട്ട് ചില ആളുകളെ കൈവും അങ്ങനെ ചില മഹാന്മാരുണ്ട്. അങ്ങനൊക്കെയാണ് ദുആ കൊണ്ടും മറ്റൊക്കെ. എന്നല്ലാണ്ട് നമ്മളെ ഷർദ നല്ലതാണ്, വേണം. അള്ളാന്റെ ഖളാ മാറ്റാൻ ഷർദത്ത് കഴിയില്ല എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇപ്പൊ വസൂലിനെ വിളിക്കുകയാണെന്നല്ല പറഞ്ഞേരാ. അല്ല ഛർദിച്ച് വന്നാൽ അള്ളാന്റെ ഖളാണ് തെറ്റാൻ കഴിയില്ല. അള്ളാഹിനെ റെഡിക്കേണ്ടി വരും. പിന്നെ ഖളാനെ നിർത്താൻ പറ്റിയത് ഒന്ന് ദുആ. അത് നമ്മൾ സുബഹിക്കന്റെ ഖുനൂത്തിൽ വഖിനാ ശർറ മാ ഖളൈത്, വഖിനാ ശർറ മാ ഖളൈത്, ഈ വിധിച്ച ശർറ ഏതാ രാത്രി തരണം.
വിരിച്ചത് കാക്കൂലെങ്കിൽ സുബൈക്ക് ദ്വാരക്കാൻ പറയും. അപ്പൊ ദ്വാ കൊണ്ട് അമ്മായിരി കാവലൊക്കെ കിട്ടും. അതാണ് ഖുനൂത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. താങ്കൾ വ്യക്തമായിട്ട് പറഞ്ഞതും എന്റെ ആ ഷർത്തുണ്ടല്ലോ, അത് ഖവാഇനായിട്ടേ പറ്റില്ല. ഖവാഇനെ പറ്റണമെങ്കിൽ ഒന്നിരിക്കട്ടെ, അല്ലെങ്കിൽ മറ്റൊരു വഴി ദാനധർമ്മം. അസ്സദഖത്തു റദ്ദുൽ ബലാ, ബലാല മുസീബത്തിന് തട്ടിമാറ്റി സദഖ. അല്ലാഹുവിന്റെ ഖവാഇനെ മാറ്റാൻ രണ്ട് വസ്തുക്കൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ദുആ, മറ്റൊന്ന് ദാനധർമ്മം. എന്നാണ് ഷർദ കൊണ്ട് ഇത് തട്ടിക്കിട്ടും. ഷർദ അല്ലേ തന്നെ, ഷർദ വേണമെന്നാണ് ഈ പുതിപ്പിച്ചാണ്ട് നടക്കണ്ട എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ ദുആന്റെ ഏർപ്പാടുണ്ടല്ലോ, അപ്പൊ ദുആനെ പറ്റി ഞാൻ പറഞ്ഞു നോക്കി. പിന്നെ അല്പം ദിക്ർ ചൊല്ലി ദ്വാരക്ക, അത് കൂടുതൽ ഉത്തരം കിട്ടാൻ പറ്റിയത്. അതിന്റെ പുറമെ മഹാനായ ഒലിജി അങ്ങനെ ഔലിയാക്കന്മാർ സദസ്സിൽ വെച്ചുള്ള അത് കൂടുതൽ ഉത്തരം കിട്ടാൻ പറ്റിയത്. അതാണ് മഹാന്മാരൊക്കെ മറയത് കൊടുത്ത് ബന്ധുക്കളെ സിയാറത്ത് ചെയ്യുന്നത്. യുസ്തജാബു ദുആഉ ഇൻദ ഖുബൂരി സ്വാലിഹീൻ. സ്വാലിഹീങ്ങളെ ഖബറിന്റെ അരികിൽ വെച്ചുള്ള ദുആ അത് കൂടുതൽ ഉത്തരം കിട്ടാൻ അവകാശപ്പെട്ടതാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി. അതെല്ലാം പാടും ഉപയോഗപ്പെടുത്തി അല്പം ദിക്റും ചൊല്ലി നമുക്ക് ദ്വാരക്ക എന്നതാണ് മൊത്തത്തിൽ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആത്മാർത്ഥമായി ആമീൻ പറയണം. അതിൽപ്പെട്ട ഒന്നാണ് ഒരാൾ ദ്വാരക്ക മറ്റുള്ളവർക്ക് ആത്മാർത്ഥമായിട്ട് ആമീൻ ചൊല്ല. അത് ദ്വാരക്ക് കൂടുതൽ ഉത്തരം കിട്ടാൻ അവകാശപ്പെട്ടതാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി. സ്വാലിഹീങ്ങൾ മുത്തഖീങ്ങൾ ഖബറിന്റെ അരികിൽ വെച്ചുള്ള ദുആ അതും കൂടുതൽ ഉത്തരം കിട്ടാൻ പറ്റിയതാണ്. പിന്നെ ദിക്റുകൾ നടത്തിയിട്ടുള്ള ദുആ അതും കൂടുതൽ ഉത്തരം കിട്ടാൻ പറ്റിയതാണ്. അപ്പൊ അതിനുള്ള അല്പം ചെയ്തിട്ട് നമുക്ക് ദ്വാരന്ന് പിരിയ എന്നതാണ് ചില സംഘാടകരും എന്നോട് പറഞ്ഞത്. ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെ. പിന്നെ മജ്ലിസുന്നൂറും മറ്റുമൊക്കെ സാധാരണ മജ്ലിസുന്നൂറോ ബദരീങ്ങളെ പറ്റി തവസ്സുലാണത്. ബദരീങ്ങളെ പറ്റിയുള്ള തവസ്സുലാണ്. അത് വളരെ പുണ്യപ്പെട്ടതും വലിയ മുബാറക്. ശുഹദാക്കൾ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ബദരീങ്ങൾ. പിന്നെ കമശക്കൊണ്ട ബദർ ശുഹദാക്കൾ പറഞ്ഞു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അവസരത്തിൽ മദീനയുടെ വേറൊരു ഭാഗത്ത് ഒരു ഏരിയയിൽ പോയി എന്തോ വിഷയത്തിന്. അപ്പൊ അവിടെ ഒരു പ്രധാനിയായ മഹാൻ ഉണ്ട്. പക്ഷെ തങ്ങളവിടെ ചെന്നപ്പം പല നേതാക്കന്മാരൊക്കെ വരുമ്പോൾ പല ആളുകളും അവിടെയുള്ള പ്രധാനികളൊക്കെ കൂടുമല്ലോ. ഇയാളവിടെ കൂടിയ അപ്പൊ അവിടെ സംസാരമായി. അയാൾ എന്തിപ്പോ തങ്ങൾ വന്നിട്ടുള്ള വരാഞ്ഞേ? അപ്പൊ ചെലവില് അയാൾ മുമ്പത്തായിട്ടൊന്നുമല്ല, അപ്പൊ കോലൊക്കെ ഒന്ന് മാറിക്കൊണ്ടാണ്. അത് വർത്താനം പൊന്തി ഞങ്ങളെ ഒടുവിലെത്തി. ഞങ്ങൾ പറഞ്ഞ് അനങ്ങി പോകരുത്. അയാളെ പറ്റി എങ്ങാനും കുറ്റം പറഞ്ഞാൽ പറഞ്ഞു പരാജയപ്പെടും. കാരണം അയാൾ ബദറിൽ അറ്റൻഡ് ചെയ്ത ആളാണ്. അയാൾ ഇവിടെ ഞാൻ വന്നപ്പം വരാത്തത് എന്തോ അയാൾക്ക് കാരണം എഴുതുന്നുണ്ട്. അതിന്റെ പേരിൽ നിങ്ങൾ അയാളെ പറ്റി ആക്ഷേപിച്ചാൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും. കാരണം താങ്കൾ പറഞ്ഞ് ഷഹീദ ബദറിൽ അറ്റൻഡ് ചെയ്ത ആളാണ് അദ്ദേഹം. അപ്പൊ അത്രയധികം സ്ഥാനമാണ് അവർക്കുള്ളത്. യഅ്മലു മാ ശിഅ്തും, നിങ്ങൾക്ക് എന്തും ചെയ്യാം ഓർഡറാക്കിയിട്ടുണ്ട്. ബദറിൽ പങ്കെടുത്തവന് മഹാന്മാരതിന് പറഞ്ഞത് നിങ്ങൾക്ക് ഇനി എന്തും ചെയ്യാം, വിജയിക്കും ചെയ്യാം, കണ്ടുപിടിച്ചും ചെയ്യും, ഒക്കെ ചെയ്യാം എന്നല്ല അതിന്റെ അർത്ഥം. അഥവാ അങ്ങനെ വന്ന് നിങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആക്ഷനില്ല. കാരണം ബദറിൽ പങ്കെടുത്ത് എന്ന പൗരവുണ്ട്. എല്ലാ തെറ്റുകുറ്റങ്ങളും ചെയ്തോളി എന്നാണ് ഓർഡർ എന്ന് പറഞ്ഞാൽ അവരെ ചെയ്യൂല. അഥവാ വല്ലതും വന്നു കഴിഞ്ഞാൽ ആക്ഷൻ എടുക്കില്ല.
എന്നാ മഹാന്മാർ. അത്ര വലിയവരാണ് ബദർ ശുഹദാ. അവരെ തവസ്സുൽ ചെയ്തുകൊണ്ടാണ് ആ മജ്‌ലിസുൽ ഖാദികളുള്ളത്. നല്ലതാണ്. തവസ്സുൽ വലിയ തെറ്റാണ്, ശിർക്കാണ് എന്ന് വിവരം കുറഞ്ഞവര് പറയും. ഒന്ന് പഠിച്ചാത്തോല്. അങ്ങനത്തെ കുറെ ആളുകൾ 921 ശേഷം വന്നപ്പോഴാണ് സമസ്തകളെ നിയത്തിലെല്ലാം ഉണ്ടാക്കിയത്. പോലിങ്ങനെ ഖബർ സിയാറത്തിന് മറ്റേ വർഷം എതിർ ശിർക്കൊക്കെ ആക്കി. അപ്പൊ ഒരാളോട് മരിച്ചവരോട് സഹായം തേടാൻ പാടില്ല, മരിച്ചാത്തവനോട് ചേടിക്കൂടാന്ന് ചോദിച്ചു. അവനോട് പാടാം. നമ്മൾ മരിച്ചവനോട് മരിച്ചാത്തവനോട് പല സഹായം തേടണില്ലേ, കക്ഷെടുത്ത് പോകണില്ലേ. നമ്മൾ എനിക്ക് തലകുത്തി മറ്റും പറഞ്ഞിട്ടുണ്ട് സഹായിച്ചായിരുന്നു പറഞ്ഞു. പെണ്ണുങ്ങളോട് പറഞ്ഞില്ലേ ചായം ഞാൻ ഉണ്ടാക്കണം തന്നില്ലേ. അപ്പൊ മരിച്ചാത്തവനോട് സഹായം എന്താണ്, മരിച്ചവനോട് അത് പാടില്ല. കാരണം മരിച്ചവന് സഹായം ചെയ്യാൻ കഴിയൂലേ. മരിച്ചാത്തവർക്ക് മാത്രമേ അള്ള പൂവത്ത് ശക്തി കൊടുക്കുള്ളൂ എന്ന് ഏത് ആയത്തിലാണ് പറഞ്ഞത്? എവിടെയാണ് പറഞ്ഞത്? മരിച്ചവർക്ക് നന്നായിട്ട് മരണപ്പെട്ട ആളുകൾക്ക് കൂടുതൽ ശക്തി ഉണ്ടാകുന്ന ഹദീസിൽ ആയത്ത് മൂസ യുസല്ലി ഫീ ഖബരിഹി. മഹാനായ നബി കരീം മൂസാ നബി ഖബർ നിസ്കരിക്കണേ ഞാൻ കണ്ടു. അത് മരിച്ചതിന്റെ ദിവസം വലിയ ശക്തിയാണ് ഒരു യൗലിയാക്കന്മാർക്കും മഹാന്മാരും ഒക്കെ. അവർ ഖബർ സിയാറത്തിൽ ശിർക്കാന്ന് മറ്റൊരു പറയാൻ തോന്നിയാലും പറഞ്ഞു. അപ്പൊ സമസ്ത രൂപീകരിച്ചു. അവരെ ഓരോ വാദങ്ങളും ഗണ്ണിച്ചു. അതില്ലെങ്കിൽ, സമസ്ത ഇല്ലെങ്കിൽ ഹക്കെന്ത് എന്ന് നിങ്ങൾ തെരഞ്ഞു നടക്കേണ്ടി വരും, തപ്പി നടക്കേണ്ടി വരും. അതിനാണ് നിങ്ങൾ ഈമാനും അമലും സംരക്ഷിക്കാൻ വേണ്ടി ഇതുണ്ടായത്. അതിന് പല തെളിവുകളും മഹാന്മാര് ഉദ്ധരിച്ചു സമസ്തന്റെ ഉലമാക്കൾ അതാത് കാലത്ത്. പിന്നൊരു വാദം ഉണ്ടായത് പ്രത്യക്ഷ വഴിക്ക് സഹായം തേടാം, അപ്രത്യക്ഷ വഴിക്ക് സഹായം തേടികൂടാ. ഇപ്പൊ ഡോക്ടറെ കണ്ട് ചോക്കളൊക്കെ പറഞ്ഞ് പ്രത്യക്ഷ വഴിയാണ്. പ്രത്യക്ഷ വഴി അല്ലാത്ത വഴിക്ക്, അപ്രത്യക്ഷമായ വഴിക്ക് സഹായം തേടാൻ പാടില്ല മരിച്ചവരോട്. അതിന് സമസ്തന്റെ പ്രധാനം ബദർ യുദ്ധത്തിൽ അബൂജാലിന്റെ മകൻ ഇക്രിമ ഒരു സഹാബിന്റെ അബ്ബറാണ്ട് വെട്ടി, കൗത്തിന് വെട്ടിയാണ്. കൈ ഒന്നായിട്ടാണ് തൊക്കിന്റെ അവിടെയുള്ള തോലും ബാക്കിന്റെ. ബദറിൽ വമ്പിച്ച പോരാട്ടം നടന്ന സമയത്ത് ഇയാള് ഈ വെട്ടുകൊണ്ട അയാള് മറ്റേ കൈകൊണ്ട് ചെയ്തു. കാരണം ഒരു ശക്തിയുള്ള ആളുകൾ കുറവാണ് ബദറില്, സാമഗ്രിയും കുറവാണ്. അയാള് മറ്റേ കൈകൊണ്ട് നന്നായിട്ട് ചെയ്തു. യുദ്ധം ചെയ്യുന്നതിനിടയിൽ ഈ കൈ, ഈ തൂങ്ങി നിൽക്കുന്ന കൈ വലിയ രതക്കട്. അപ്പൊ അയാള് ചെയ്ത് ആ കൈ നിലത്തിട്ടാണ്ട് ചവിട്ടിയിട്ടുണ്ട്, വലിച്ചു, കയ്യും പോയി. അങ്ങനെ യുദ്ധത്തിൽ ഒരു കൈകൊണ്ട് എല്ലാം ചെയ്ത് യുദ്ധം ബദറൊക്കെ ജയിച്ച് അങ്ങനെ എല്ലാം കഴിഞ്ഞ ശേഷം ഈ കൈയായിട്ട് ഈ മഹാൻ തങ്ങളിരുന്നു, എന്റെ കയ്യാണ് എന്റെ കയ്യാണിത്. തങ്ങൾക്കുള്ള തുപ്പല് അതിന്റെ തലക്കാണ്ട് പെരട്ടിയിട്ട് ഒരൊറ്റ ഫിറ്റിങ്. എല്ലാ നാടിധർമ്മവും വളരെ കറക്റ്റായിട്ട് സെറ്റായി. ഇതെങ്ങനെ ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് പ്രത്യക്ഷ വഴിക്ക് സഹായം തേടി എന്താണ്ടാകണ്ടേ? ഡോക്ടറെ കണ്ട് പരിശോധന, ഇതൊന്നും ചെയ്യാൻ കഴിയില്ല, ഞങ്ങളുടെ കുഴിച്ചിട്ടാളാം, അതായത് പറ്റുള്ളൂ. എനിക്ക് വേണേ ഞങ്ങള് ഒരു പ്ലാസ്റ്റിക്കിന്റെ കൈ വെച്ചാൽ ഞങ്ങൾക്കൊരു മനസ്സിലായി ഇങ്ങനെ നടക്കാമെന്ന് മാത്രം, ചന്തിയാകാനും മറ്റൊന്നും അത് പറ്റൂല. അതിനത്ര 35,000 റുപ്യാണ്. ഇതാണ് പ്രത്യക്ഷ വഴി. അപ്രത്യക്ഷ വഴിക്ക് ഇയാൾ സഹായം തേടി.
തങ്ങൾ ആ സഹായം ചെയ്തു കൊടുത്തു. തുപ്പാണ്ട് വേറ്റിലിട്ട് വിട്ടാക്കി. സമസ്തന്റെ എതിർപ്പ് അപ്രത്യക്ഷമായ വഴിക്ക് പറ്റൂല. പ്രത്യക്ഷമായി വഴിയില്ലെങ്കിൽ ഇത് രീതിയിൽ തങ്ങൾ ഇവിടെ ആരാ കാപ്പുറാണ്ട്? അള്ളാൻ റസൂലോ അത് ഈ കൈയിട്ട് പോയ ആളോ? ആരാ കാപ്പുറാണ്ട്? ഇങ്ങനെ ഓരോന്നിനും സമസ്തന്റെ പണ്ഡിതന്മാർ ശരിക്കും മറുപടി പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹക്ക് എവിടെയെന്ന് തപ്പി നടക്കേണ്ടി വരും. ആ സമസ്തന്റെ 90-ാം വാർഷികമാണ് വരാൻ പോകുന്നത്. കഴിവതും നിങ്ങളൊക്കെ ജോറായിട്ട് അത് ആ യോഗം ഭംഗിയാക്കാൻ ശ്രമിക്കണം. കാരണം സമസ്ത നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ, നിങ്ങളെ ഈമാനും അമലും സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ബഹുമാനപ്പെട്ട ബദറിൽ ആണ് ആ സംഭവം. ഉഹദിൽ ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് ഒരു കുന്തം കൊണ്ട് ഒരൊറ്റ എതിരാളി കണ്ണിങ്ങനെ തൂങ്ങി, ഞരമ്പ് തൂങ്ങി അനക്കുക. റാബിമാരൊക്കെ പറഞ്ഞു ഞാൻ മുറിച്ചിട്ട് എന്ത് കാട്ടാനാണ്? അത് ഞാൻ തീർച്ചയാക്കിക്കൊണ്ട് നിങ്ങൾ പിന്നെ മുറിച്ചാൻ നിൽക്കണ്ട. യുദ്ധമൊക്കെ കഴിഞ്ഞ ശേഷം താങ്കൾ എഴുതിയെന്ന് നബി എന്റെ കണ്ണാണ് ഇത്. കോഴിക്കോടുള്ള ഡോക്ടറെ എത്തി എന്താ പറഞ്ഞാൽ എന്താ പറഞ്ഞത്? അയാൾ മുറിച്ചിട്ടോളാം, ആ കണ്ണിഞ്ഞത്തിന് പറ്റൂല. തങ്ങൾ തുപ്പിന് കൂട്ടിയാണ് മരണം വരെ ആ കണ്ണിന് ഒരു ചൊറിയോ ഒരു പോളാർച്ചിട്ടുണ്ടായി. അപ്പൊ അപ്രത്യക്ഷമായ വഴിക്ക് സഹായം തേടി ആരാവിടെ കാപ്പുറാണ്ടാകും? ഉണ്ണിയനബിയോ അതോ ഖത്താദ? വഹീദിൽ പങ്കെടുത്ത ആളാണ് ഖത്താദ. അപ്പൊ ഇങ്ങനെ ഉള്ള വിഷയങ്ങൾ സുന്നത്തി ജമാഅത്തിന്റെ ആശയം ഇവിടെ നിലനിൽക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട സമസ്തക്കേ കഴിയുള്ളൂ. അങ്ങനെ ആ സമസ്തന്റെ യോഗം വരാൻ പോകും. അത് നിങ്ങൾ കാര്യമായിട്ട് കണക്കിലെടുത്ത് ഇവിടെ ഒത്താശൊക്കെ ചെയ്യണം എന്ന് ഞങ്ങളെ കടമ പറയണം. പിന്നെ അല്പം ദിക്റ് ചൊല്ലിയിട്ടൊന്ന് വരുന്നാൽ അത് കൂടുതൽ ഫലപ്രദമാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി. നമ്മളെ ഖത്തീബന്മാര് വെള്ളിയാഴ്ച ഇറങ്ങുകയാണെങ്കിൽ വല്ല ദിക്റുല്ലാഹി അക്ബർ എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങണ്ട. അള്ളാന്റെ ദിക്റ് അത് ഏറ്റവും വലുതാണ്. ഒരു ഹദീസിൽ വന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലാ ഉനബ്ബിഉകും ബിഖൈരി അഅ്മാലികും, നിങ്ങൾ അമലുകൾ വെച്ച് ഏറ്റവും ഖൈറ് ഞാൻ പറഞ്ഞേറ്റെ. വഅസ്കാഹ ഇൻദ മലീകികും, നിങ്ങൾ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായ ഒരു അമല് പറഞ്ഞേറ്റയോ. വഅർഫഇഹാ ഫി ദറജാതികും, നിങ്ങൾ ദറജയിൽ അത് ഉയർത്തുന്ന ഒന്നാണത്, ദറജ ഉയർത്തും. അങ്ങനത്തെ ഒന്ന് പറഞ്ഞേറ്റയോ. ഖൈരില്ലക്കും, നിങ്ങൾക്കത് ഗുണമാണ്. മിൻ ഇൻഫാഖി ദഹബി, സ്വർണ്ണം ഇങ്ങനെ ചെലവഴിക്കും, പവൻ ഇങ്ങനെ വെറുതെ കൊടുക്കുക. വൽ വരിഖി, വെള്ളി ദാനം ചെയ്യുക. ഖൈരില്ലക്കും, നിങ്ങൾക്ക് ഗുണമായ മിൻ അൻ തൽഖൗ അദുവക്കും, നിങ്ങളെ വിരോധികളെ നിങ്ങൾ കണ്ടുമുട്ടുക. വതദ്രിബു അനാഖഹും, വല പെരടി യുദ്ധത്തിൽ നിങ്ങൾ വിട്ടുക. വയദ്രിബു അനാഖക്കും, നിങ്ങളെ പെരടി പോലും വിട്ടുക. ആ യുദ്ധത്തിൽ ഷഹീദാകുക. അതിനേക്കാൾ ഖൈറ് പറഞ്ഞിരട്ടെയോ. അലുബല പറഞ്ഞ നബിയെ, ദിക്റുല്ലാഹി തആല, അല്ലാഹുവിന്റെ ദിക്റാണ്. വല ദിക്റുല്ലാഹി അക്ബർ അല്ലാഹു യഅലമു മാ തസ്നഉ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇറങ്ങണം. അങ്ങനത്തെ ദിക്റ് നമ്മൾ പതിവാക്കണം. ഒന്ന് അസ്തഗ്ഫിറുല്ലാഹൽ അസീം, 100 വട്ടങ്ങൾ പതിവാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിച്ചാൽ ജഅലഹു അല്ലാഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജൻ, എല്ലാ ഇടങ്ങേറിന് തൊട്ടും അല്ലാഹു അവന് രക്ഷ കൊടുക്കും. ഇസ്തിഗ്ഫാർ അത്ര വലുതാണ്. എല്ലാ കുദുസിന്നും രക്ഷപ്പെടാൻ പറ്റും. വമിൻ കുല്ലി ഹമ്മിൻ ഫറജൻ, എല്ലാ അമ്മിനും പുറവിടി കൊടുക്കും. വറസഖു മിൻ ഹൈതു ലാ യഹ്തസിബ്,
ഊഹിക്കാത്ത ഭാഗത്തിൽ കൂടെ റിസ്ക്കും കൊടുക്കും. നമ്മൾ ആക്കോട് ഉസ്താദ് മക്കയിൽ വെച്ച് ആ മദീനയിൽ വെച്ച് വലിയ കുറെ കാരക്ക ഉടക്കും. അത് ഇവർക്ക് സദക്ക ചെയ്യാൻ വേണ്ടി നഷ്ടാക്കി. ആ പെണ്ണുങ്ങൾക്കൊക്കെ ആദ്യം കൊടുക്കും. കാരണം അത് പിരിച്ചുവിടുമ്പോൾ അവർക്ക് സൗകര്യത്തിൽ കൊടുക്കാൻ കഴിയും. നിങ്ങൾക്കും കിട്ടും. അതുപോലെ മുബാറക്കാണ് മദീനന്റെ കാരക്ക. മദീനന്റെ വായു മറ്റു മറിച്ചൊക്കെ പറ്റിയ കാരക്കാണ്. അപ്പൊ അത് ധർമ്മമായിട്ട് അയാളവിടെ കൊണ്ടുവന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അത് നൽകും. അത് നമ്മൾ വിശ്വസിച്ചാണെങ്കിൽ അത് ശിഫക്കും കാരണമുണ്ടാവും. ഏറ്റവും മുന്തിയ ഭക്ഷണമാണ് ഈ കാരക്കാമര. നോമ്പുറക്കുന്ന സമയത്ത് തന്നെ ശരിയായിട്ട് അതുകൊണ്ട് ഓർക്കാം നല്ല ആരോഗ്യം ക്ഷീണമൊക്കെ മാറ്റാൻ പറ്റിയതാണ് കാരക്ക. നല്ല മുന്തിയാതി കാരക്ക നിങ്ങൾക്ക് അതിന്റെ പ്രവർത്തകര് ഇവിടെ അപ്പൊ ഇസ്തിഗ്ഫാർ അത് എല്ലാ ഹമ്മ് വിഷമങ്ങളെ നീക്കാൻ പറ്റും എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ ചുരുങ്ങിയത് ഒക്കെ ഇവിടെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ചുരുങ്ങിയത് 100 ഇസ്തിഗ്ഫാർ നടത്തണം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി വളരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇസ്തിഗ്ഫാർ എല്ലാവർക്കും ചെയ്യാൻ കഴിയണം. സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും വയസ്സുള്ളവർക്ക് പ്രത്യേകിച്ചും. കാരണം അധികം ചെയ്യാൻ കഴിയില്ല. നമ്മളെപ്പോലത്തെ പ്രായമുള്ളവർക്കൊക്കെ വെറുതെ മൂലൊക്കെ പുത്തർക്കുന്ന സമയത്തേനും ആലായി പിടിച്ചുണ്ട്. ചുരുങ്ങിയ 100. എന്നാൽ എല്ലാ കുടുസും ഹമ്മും വിഷമും ഒക്കെ അല്ലാഹു തീർക്കും എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അല്പം ഇസ്തിഗ്ഫാർ നമ്മൾ ചെയ്യാം. വേണ്ട ആമുഖമായിട്ട് അല്ലേ? അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെല്ലണം. 100 സലാത്ത്. അസ്തഗ്ഫിറുല്ലാഹൽ അളീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അളീം,
أغفر الله العظيم 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 أغفر الله أغفر الله العظيم 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 أستغفر الله العظيم أغفر 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 الله أغفر الله أغفر الله أغفر الله أغفر الله أغفر الله നൂറിനം നിങ്ങൾക്ക് കഴിയണ 1000 ചെല്ലിയാണ് വളരെ നല്ലതാണ്. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ അല്പം ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 لا إله إلا الله 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 إلا الله لا إله 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 إلا الله إلا الله لا إله 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 إلا الله
ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് നിങ്ങൾ കഴിവ് എത്ര കഴിയണം അത്ര പ്രായമുള്ളവർക്ക് പ്രത്യേകിച്ചും. കാരണം നമ്മൾ പള്ളിയിൽ വെച്ച് നിസ്കാരത്തിന്റെ ശേഷം സുബ്ഹാനല്ലാഹ് ചൊല്ലി അൽഹംദുലില്ലാഹ് ചൊല്ലി പിന്നെ വല്ലാക്ക പറഞ്ഞു അഫ്ളൽ ദിക്ർ എന്ന് പറയും. ദിക്റിന്റെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും അഫ്ളൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ അവസാനമായി പറയേണ്ട വാചകവുമാണത്. മൻ കാന ആഖിറു കലാമിഹി ദഖലൽ ജന്ന. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായ മഹാന്മാരോടുകൂടെ അവൻ സ്വർഗ്ഗത്തിൽ കടക്കാം എന്ന് മഹാനായ നബി കരീം നന്നായിട്ട് ചൊല്ലി നമ്മൾ പയറ്റി കടിയോട് ചേർക്കുന്നത്. അപ്പം പ്രായമുള്ളതും ഷോലും അധികം ഇല്ലാത്ത ആളുകൾ, അധികം പ്രായ ആളുകൾക്ക് പ്രത്യേകിച്ച് സൗകര്യം. മറ്റു പണിയൊക്കെ എല്ലാം എടുക്കാൻ കഴിയുന്നു. ഏതായാലും എല്ലാ പണിയെടുക്കാൻ കഴിയും ചെയ്യും. അപ്പൊ നമ്മളെ പോലത്തെ ആളുകൾ പ്രായമുള്ളവർ നന്നായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിയുന്നോടത്ത് വർദ്ധിപ്പിക്കണം. അത് വളരെയധികം നാം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ ഉണർത്തുകയാണ്. എന്താ പൈസ കൊടുക്കാൻ പൈസ കൊടുക്കാൻ പിന്നെ എല്ലാ ആഫാത്ത് മുസീബത്ത് തട്ടിമാറ്റാൻ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം ചൊല്ലിയ ദിക്ർ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അത് ആ ദിക്ർ ചുരുങ്ങിയത് ദിനം പ്രതി 41 വട്ടം ചൊല്ലിയാൽ വലിയ മെച്ചമാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി. യൂനുസ് നബി അലൈഹിസ്സലാം അങ്ങനെ ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി മൂപ്പരെ ഖൗമിൽ ബന്ധപ്പെട്ട് അവര് കാര്യമായിട്ടത് ധിക്കരിച്ചു. ഇവർക്ക് ദേഷ്യം പിടിച്ചിട്ട് അള്ളാന്റെ സമ്മതം കൂടാണ് കടൽ തീരത്ത് കൂടെ ഇങ്ങനെ പോകുമ്പോ ഒരു പായ്ക്കപ്പല് വരുന്നുണ്ട്. അന്നത്തെ കപ്പലൊക്കെ അതാണ്. ഈ കപ്പൽക്കാർക്ക് മൂപ്പരെ പറ്റി പരിചയമുണ്ടായിരുന്നു, യൂനുസ് നബിനെ പറ്റി. അപ്പൊ കപ്പൽ നിർത്തി മൂപ്പരെ കയറ്റി. അങ്ങനെ കപ്പൽ അങ്ങനെ ആയക്കയറിലേക്ക് അങ്ങനെ ഇറങ്ങി അങ്ങനെ പോകുമ്പോ കപ്പലിനൊരു താറാറ്, മുങ്ങണൊരു സ്വഭാവം കപ്പലിന്. എന്തൊരു അപകടം കപ്പലിന് വരുന്നുണ്ട് കപ്പിത്താന്മാർ മനസ്സിലാക്കി. അവർക്ക് അങ്ങനെ വന്നാൽ, ഇപ്പോഴത്തെ മിഷനുള്ള കപ്പലല്ലല്ലോ, വന്നാൽ അവർ നോക്കണം. ഈ കപ്പൽ കയറിയാൽ എന്തോ ഒരു അപാകതകളുണ്ട് ആളുണ്ട്. അതുകൊണ്ടാണ് ഈ കപ്പലിന് ഇങ്ങനെ താറാറ് വരുന്നതെന്ന് അവർ നിഗമനം. ഈ കപ്പൽ മുങ്ങാൻ നോക്കുകയാണ്. അപ്പൊ ഓല് പതിവ് പ്രകാരം നറുക്കാണ് എല്ലാരും പേരിട്ടുണ്ട്. ആദ്യം എടുക്കണ നറുക്ക് അങ്ങനെ നറുക്കിട്ട് എന്താ ഇങ്ങനെ താറാറുണ്ടാകാൻ കാരണം യൂനുസ് നബി അലൈഹി ഇസ്ലാമിന് നറുക്കാൻ വന്നി എടുത്ത്. യൂനുസ് നബി അലൈഹി ഇസ്ലാം ദേഷ്യം കൊണ്ട് അള്ളാന്റെ ആർഡർ കിട്ടാതെ, സമ്മതം കിട്ടാതെ പോകുന്നു. അപ്പൊ ഇവർക്ക് നറുക്ക് വന്തിയപ്പോ അങ്ങനെ ഇങ്ങനെ കുഴപ്പത്തിൽ വന്ന് കപ്പലിന്റെ താറാറ് വന്നാൽ നറുക്കിട്ടിട്ട് ഒരാളെ കിട്ടിയാൽ പിന്നെ താമസമില്ല. നാറ്റുംകൂടി പറഞ്ഞ ഒരു കട കണ്ടു ബാക്കിയുള്ളവര് രക്ഷപ്പെടാൻ വേണ്ടി മൂപ്പരെ പിടിച്ച് കാറിൽ കണ്ടു.
പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ഫൽതഖമഹുൽ ഹൂതു വഹുവ മുലീം. ഒരു മത്സ്യം വന്നിട്ട് മൂപ്പരാണ് മുങ്ങി. പരിശുദ്ധ ഖുർആൻ നേരെ പറഞ്ഞു ഫൽതഖമഹുൽ ഹൂതു വഹുവ മുലീം. പക്ഷേ സ്പെഷ്യൽ ഓർഡർ കൊടുത്ത് ആ മത്സ്യത്തിന് ഇതെനിക്ക് ഭക്ഷണമായി ദഹിപ്പിക്കാൻ തന്നതല്ല, ഇന്നോവ വണ്ടിയിൽ കൊണ്ടുനടക്കണമായി അങ്ങനെ കൊണ്ടുനടക്കാൻ തന്നതാണ് എന്ന് വലിയോടത്ത് ഓർഡർ കിട്ടി, ദഹിപ്പിച്ചില്ല. പക്ഷെ മൂപ്പൻ ഇതിന്റെ ഉള്ളുപെട്ടു. ഇരുടോട് ഇരുട്, രാത്രിന്റെ ഇരുട്, കടലിന്റെ അടിയത്തെ ഇരുട്, മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിലുള്ള ഇടൊന്നും ലൈറ്റ് ഫിറ്റ് ചെയ്താലല്ലോ. എന്താ കാട്ടണം ആലോചിച്ചിട്ട് ആരും കേൾക്കുന്നു. മൂപ്പരെടുത്ത പണി ദുആഉൽ കർബ്, വലിയ ഇടങ്ങേറ് കൊടുങ്ങിയായിട്ടുണ്ടെങ്കിൽ ചെല്ലേണ്ട ദിക്ർ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു എന്ന ദിക്റാണ്ട് പരിവാക്കി. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു ആ ദിക്റാണ്ട് പരിവാക്കി. കുറേയാണ് കഴിഞ്ഞപ്പം ഈ മത്സ്യം വന്നിട്ട് പൊന്തി വന്നിട്ട് പുറത്ത് കണ്ട് തട്ടി. അപ്പോൾ തന്നെ വള്ളത്തിന് കിടന്നുകൊണ്ട് നാശക്കണക്ക് കഴിഞ്ഞ് തട്ടി. അപ്പോൾ സ്പെഷ്യൽ ചില ചെടികളോടെ പെട്ടെന്ന് മുളച്ച് അങ്ങനെ വണ്ട് പ്രാണികളും വരാത്ത ചെടികൾ ഏതായാലും വെയിലുണ്ട്, കുറച്ച് നന്നായി. മൂപ്പർ ചെയ്ത പണിപ്പത ഇങ്ങനത്തെ ഒരു കുടുകൂടിയ പണി. ദുആഉൽ കർബ് എന്നതിന് പറയുന്നത് മഹാനായ നബി കരീം വലിയ അടങ്ങേറ് കൊടുക്കുമ്പോൾ ചെയ്യുന്നത് ഉത്തരം കിട്ടാക്കില്ല. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ ഈ ദിക്റാണ്ട് ചൊല്ലി. ഖുർആൻ നേരെ പറഞ്ഞു ഫസ്തജബ്നാ ലഹു, മൂപ്പര ദുആക്ക് നമ്മൾ ഉത്തരം ചെയ്തു. നജ്ജൈനാഹു മിനൽ ഗമ്മി, ഹമ്മെന്ന് നമ്മൾ മുമ്പ് രക്ഷപ്പെടുത്തി. ഹമ്മ് എന്ന് പറഞ്ഞാൽ ഹമ്മിന്റെ മൂത്താപ്പയാണ്. ഹമ്മ് അത് ഉറക്ക് വരുവില്ല. ഉമ്മ മരിച്ചു രാത്രി. അപ്പൊ ആളൊക്കെ കൂടി നേരം വെക്കുമ്പോഴാണ് പറയുന്നത് എന്ന് വെക്കും. അപ്പൊ 2-3 ആളോടെ ഓടി പഴയ കാലത്താണ്. അപ്പൊ ഇപ്പൊ അങ്ങനെ അമ്മായിട്ട് കിടങ്ങാണ്ട് മകൻ നന്നായി കുറുക്കം വലിച്ചു. ബേജാറത്തില്ല, കാരണം ഇവിടെ കുറുക്കനൊന്നും വയ്യത്തിന് ഉണ്ടാവില്ലോ. 2-3 മൂലം എല്ലാം വരെ ഓതാനുണ്ട്. ഇപ്പം സുഖമായിട്ട് അങ്ങനെ ഉറക്ക് വരും. ഒമ്മാണെങ്കിൽ ഉറക്കും വരും, കടന്നു കൊടുക്കുക. യൂനുസ് നബി നജ്ജൈനാഹു മിനൽ ഗമ്മി, ആ ഒമ്മും നമ്മൾ രക്ഷപ്പെടുത്തി. ഫസ്തജബ്നാ ലഹു നജ്ജൈനാഹു മിനൽ ഗമ്മി, പിന്നെ നമുക്കുള്ള സമാധാനം വകദാലിക നുൻജിൽ മുഅ്മിനീൻ, ഇത് പതിവാക്കുന്നവരെ ഒക്കെ നമ്മൾ രക്ഷപ്പെടുത്തും. യൂനുസ് നബി മാത്രമുള്ളതല്ല എന്ന് ഖുർആൻ തുടർന്ന് പറഞ്ഞു. അപ്പൊ ഞമ്മക്കൊക്കെ വലിയ ഇടങ്ങേറും അത് പ്രകാരം തന്നെ കാട്ടും മറ്റും ഒക്കെ ഉണ്ടാവും. ദുനിയാവല്ലേ, എല്ലാ സുഖത്തോടും കൂടെ നിൽക്കണമെങ്കിൽ സ്വർഗത്ത് കിടക്കണമെങ്കിൽ. അപ്പൊ ദുനിയാവിൽ പല വിഷമം വരും, ഇതിനൊക്കെ തടുക്കാൻ പറ്റിയാണ് ഈ ദിക്ർ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി. അത് നമ്മൾ പതിവാണ്. 41 വർഷമെങ്കിലും ദിനം പ്രതി പറഞ്ഞാൽ വളരെയധികം മെച്ചപ്പെട്ടതാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് 41 വർഷം അത് നമ്മൾ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി, ലാ ഇലാഹ ഇല്ലാ അൻത, ലാ ഇലാഹ ഇല്ലാ അൻത, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക, لا إله إلا أنت سبحانك، لا إله إلا أنت سبحانك، لا إله إلا أنت سبحانك، لا إله إلا أنت،
അത് നിങ്ങൾ പതിവാക്കണം. എല്ലാവരും, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച്, പ്രായമുള്ളവര് പ്രത്യേകിച്ച്. നമ്മുടെ മഹാന്മാരെ മഹ്ബൂബികളൊക്കെ പറഞ്ഞത് ലാ തത്റുകന്ന വഖ്തൻ സുദം മുതസാഹില, ഒരു നിമിഷം ഒഴിവാക്കല്ല മനെ. എനിക്ക് തൂക്കി കണക്കാക്കിയ വയസ്സ് ഈ സമുദായത്തിന് പുണ്യനബി പറഞ്ഞത് എന്റെ ഉമ്മത്തിന്റെ പ്രായം നേരേതര മിക്ക ആളുകൾക്കും 60 മുതൽ 70 വരെയാണ്. മുൻകഴിഞ്ഞ സമൂഹത്തിന് 1500, 900 ഒക്കെ വരുന്നത്. നമ്മളത് വളരെ കുറഞ്ഞാണ്. മഹാന്മാര് പറഞ്ഞു ഒരു സെക്കൻഡ് ഒഴിച്ചു പോകല്ലേ വിചാരിക്കേണ്ടി വരും. അപ്പൊ വെറുതെ പീടിയക്കൊലയിലും പറ്റൊക്കെ ഇരുന്ന് വീതി പറഞ്ഞ് വെച്ചിട്ടുണ്ടാവും. അത് നടയിലാക്കി ഉത്തരണം അങ്ങനെ തുറക്കുക. ആ സമയത്തൊക്കെ ദിക്കുന്ന വേണ്ടി നമ്മൾ ചോദാണ്. അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാണെങ്കിൽ വളരെ ഫലവത്താണ്. അല്ലാഹുതആല രക്ഷപ്പെടുത്താൻ വഴിയുണ്ട്. അതുകൊണ്ട് അങ്ങനെ അല്ലാഹുതആല മഹാന്മാരോടുകൂടെ നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ഇന്ന് പറയാനുള്ള സലാത്തിനെ പറ്റി പലരും നിങ്ങൾ കേട്ടവരാണ്, മനസ്സിലാക്കിയവരാണ്. ഒരു ഹദീസ്, ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമ, ജനങ്ങൾ വെച്ച് എന്നോട് ഏറ്റവും ബന്ധപ്പെട്ടവൻ അക്സറുഹും അലൈഹി സ്വലാ, എന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണമാണ്. ഞാൻ മഹ്ശറയിൽ തങ്ങളെ സഹായം ചെയ്യാൻ കഴിയൂല. ഞാൻ ഏറ്റവും വലിയ ബന്ധമുള്ള ആള്, എന്റെ മേൽ സ്വലാത്ത് ആര് അധികരിപ്പിച്ചു അവനാണ്. പിന്നെ നിങ്ങൾ സാധാരണ കേൾക്കാത്ത പല വിഷയങ്ങളും സ്വലാത്തിനെ പറ്റി പറയാനുണ്ട്. ഒന്ന്, അല്ലാഹു തആല ഒരു മലക്കിനെ പഠിച്ചിട്ടുണ്ട്. ഇത്ര കേൾവി ശക്തിയുള്ള ഒരു മലക്ക് വേറില്ല, ഒരു സൃഷ്ടി അങ്ങനെ ഇല്ല. ഇത്ര വലിയ കേൾവി ശക്തി ദുന്യാവിന്റെ ഏതേ മൂലയിൽ നിന്ന് എന്തോ ഒരു ഇല അണങ്ങിയാൽ ആ മലക്ക്, അത്രയധികം കേൾവി ശക്തിയുള്ള ഒരു മലക്ക് അള്ളാഹു പഠിച്ചിട്ടുണ്ട്. അല്ലാമ ഇബ്നുൽ ജൗസി തങ്ങൾ അൽ വഫയിൽ പറയുന്നു. പിന്നെ അയാൾക്കുള്ളൊരു പ്രത്യേകത, ഖിയാം വരെ വരുന്ന സകല ആളുകളും പേരറിയും. നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികളെ പേരറിയും, നിങ്ങൾ കുട്ടികളുണ്ടായതുകൊണ്ട് ആ കുട്ടീന്റെ പേര് നിങ്ങൾക്ക് അറിയും? അറിയില്ല. ആ മലക്കനെ അറിയും. ആ മലക്കനെ അറിവുള്ളതാണ് ഇവിടെ വരല്. മൂസാഖാന്റെ മകൻ മയമൂട്ടിന്റെ മകൻ ഐദർമാന്റെ മകൻ ഏതാഞ്ഞിപ്പോ അവനെ പെണ്ണിട്ടിട്ടില്ല, ആയിട്ടില്ല. ഈ മലക്കിനറിയാം. ഐദർമാന്റെ അറിയാൻ വരണമല്ല, എല്ലാവരുടെ പേരും. ഇങ്ങനെ ഒരു മലക്കുണ്ട് സഹീഹ് ഹദീസിൽ വന്നിട്ടുണ്ട്. അല്ലാമ ഇബ്നുൽ ജൗസി തങ്ങൾ തന്നെ വലിയ കണ്ടീഷനുള്ള ആളാണ്. ഹദീസ് വലിയ ഉറപ്പുണ്ടെങ്കിലും പിടിച്ചോളൂ.
മഹാനവറുകള് ധാരാളം ഹദീസുകൾ മറ്റ് കിതാബുകൾ ക്രോഡീകരിച്ച ആളാണ്, മഹാനാണ്. അന്ന് 30 പെന്നല്ലല്ലോ അന്ന് അവർക്കുള്ളത്, മുളങ്കോല. ആ മുളങ്കോല് ചെത്തിയിട്ട് കലമുണ്ടാക്കുക, അതുകൊണ്ട് ചെയ്തത്. അപ്പം ഹദീസുകൾ മൂപ്പര് എഴുതുമ്പം അതിന് പ്രത്യേകിച്ച് ഒരു കലമാണ്. കുറെ എഴുതുമ്പോ തല ചടിച്ച് വെട്ടിയിട്ട് നന്നാക്കും. പക്ഷേ മൂപ്പര് ഒരു ചാക്കിലിട്ട് പോയി കണ്ടോ. മൂപ്പർക്ക് മരണമാസന്നമായ സമയത്ത് മക്കളെ വിളിച്ച് നമ്മളെ വീട്ടിന്റെ മുന്നിൽ ഉള്ളില് ചാക്കിൽ മുളന്തുഞ്ച കാണും. അതെന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? പുണ്യനബിന്റെ ഹദീസ് ഞാൻ എഴുതി, ആ എഴുതുന്ന സമയത്ത് ഈ കലമ്പ് ചടക്കുന്ന സമയത്ത് വെട്ടിവെച്ച സൂക്ഷിച്ചു വെച്ച തലയാണത്. ഞാൻ കൽപ്പിച്ചുകൂടി സൂക്ഷിക്കണം. എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ വെള്ളം തിളപ്പിക്കുമ്പോൾ അതുകൊണ്ട് തിളപ്പിക്കണം. അതിന് ഞാൻ സ്റ്റോക്ക് ചെയ്താണ്. ചരിത്രത്തിൽ പറഞ്ഞ് കുട്ടികളെ അമ്മട്ടത്ത് ചെയ്ത് അവരെ കുളിപ്പിക്കാനുള്ള വെള്ളം പുണ്യനബിന്റെ ഹദീസുകൾ എഴുതിയ ആ കലമിന്റെ തുഞ്ചത്തലകൾ വെട്ടിയതുകൊണ്ട് അങ്ങനെ തിളപ്പിച്ച്. എന്നിട്ട് പറഞ്ഞ് ചരിത്രകാരൻ പറഞ്ഞ് പിന്നെയും അങ്ങനെ കണ്ണം ബാക്കി ഉണ്ടായിരുന്നു. എന്റെ മഹാനാ മൂപ്പര് പറഞ്ഞ് ഇങ്ങനെ മലക്കുണ്ട്. എത്താ മലക്കിന്റെ പണി മദീന പള്ളിന്റെ പുണ്യനബിന്റെ ഖബറിന്റെ അരികിൽ കാൽഭാഗത്ത് അറ്റൻഷനായിട്ട് നിൽക്കുക. ഏതുവരെ? സൂറന്ന് കാളത്ത് ഊതുന്നവരെ തങ്ങളെ ഖബറിന്റെ ഇങ്ങനെ നിൽക്കുക. പട്ടാളം ഓഫീസിൽ നിൽക്കുന്ന മാതിരിയെ അങ്ങനെ നിൽക്കുക. ലോകത്ത് എവിടെയെങ്കിലും സ്വലാത്ത് സലാമ് തങ്ങളെ മേലിൽ ഏതെങ്കിലും മനുഷ്യൻ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റ് ചൊല്ലിയാൽ, ഉദാഹരണമായിട്ട് ഒരുത്തം കുത്തരനാണ് 100 സ്വലാത്ത് ചൊല്ലി, അല്ല 1000 സ്വലാത്ത് ചൊല്ലി, പിന്നെ വേറെ ഷോലിനെ വിളിച്ചു പോവുക. അങ്ങനെ സെറ്റ് കഴിഞ്ഞാൽ ഈ മലക്ക് ആ പറഞ്ഞ ചെല്ലോന്റെ പേരും മുസ്മി അബീഹി ഇത് വന്നു ഓന്റെ വാപ്പാന്റെ പേര് കൂട്ടിയിട്ട് കുഞ്ഞഹമ്മദിന്റെ മകൻ അയമുട്ടി തങ്ങളെ മേൽ 1000 ഇങ്ങനെ പറയുന്ന പറയാം. തങ്ങൾക്ക് ആ എണ്ണം കൊടുക്കാം. എവിടുന്ന് ഇയാൾ കേൾക്കും. പിന്നെ പേരിന് ആരും ബുദ്ധിമുട്ടില്ല. ഈ മലക്കിന്റെ ഏർപ്പാടാണ് സലാത്ത് ചെല്ലുന്നവർക്കുള്ള അതിന്റെ ആകെ ടോട്ടൽ അങ്ങക്ക് വിവരം കൊടുക്കും. ഞാൻ വരെ ഒരു ദിവസം ഇവർക്ക് ലീവില്ല. കാരണം ലോകത്തെ എത്ര സ്വലാത്തുകളാണ് വരുന്നത്, ഇതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് തങ്ങളെ തമ്മിൽ പറയണം. അപ്പൊ നമ്മളെ വാപ്പാന്റെ പേരും അവതരിപ്പിക്കാൻ പറ്റിയ സ്ഥലം അവിടെ അല്ലാണ്ട് പിന്നെ എവിടെയെങ്കിൽ അതിനെ അവതരിപ്പിക്കുന്ന ആളൊരു മലക്കാണ്. അപ്പൊ സ്വലാത്ത് നമ്മൾ വളരെയധികം വർദ്ധിപ്പിക്കണം. പിന്നെ മുറബിയായ ഷെയ്ഖന്മാർ അത് യാഹിർ സമാനില് കിട്ടാൻ വലിയ പ്രയാസം. അതാണ് ചില കള്ള ഷെയ്ഖന്മാരൊക്കെ വരുമ്പോ സമസ്തത്തിൽ അതിന് ഷർത്തും പാത്രമൊക്കെ നോക്കുമ്പോ കള്ളത്തരാണ്. അപ്പൊ എന്റെ ദരീഖത്തേറ്റ് നിങ്ങൾ ബന്ധപ്പെടരുത്. അല്ല എന്റെ ഷെയ്ഖ് കള്ള ഷെയ്ഖാണ്. കൊരൂർ ഷെയ്ഖന്മാര് വളരെ സമസ്ത രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ വരക്കൽ മല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ വാഫിലാണെന്ന് പ്രഖ്യാപിച്ച ദരീഖത്താണ് ഒരു ദരീഖ്. സമസ്ത ഒന്നേറ്റ പലതും അങ്ങനെ പല കള്ള ഷെയ്ഖന്മാരും. ഒറിജിനൽ ഷെയ്ഖൻ മുറബിയായ ഷെയ്ഖ്, തെർക്കിയത്തിന്റെ ഷെയ്ഖ്, തബറുക്കിന്റെ ഷെയ്ഖ്, പല ജാതി ഷെയ്ഖന്മാരുണ്ട്. തുബുലഖ്താബ് തങ്ങൾ തെർബിയത്തിന്റെ ഷെയ്ഖ്, തുബുലഖ്താബ് തങ്ങൾ തെർക്കിയത്തിന്റെ ഷെയ്ഖ്. തെർബിയത്ത് പറഞ്ഞ് ക്രമേണ ഇവിടെ ഉണ്ടാക്കിയെടുക്കുക. തെർക്കിയത്ത് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷനൊക്കെ ചെയ്യണ വരി പെട്ടെന്ന് വിഷയം കൈകാര്യം ചെയ്ത് രക്ഷപ്പെടുത്തുക. മഹാനവറുടെ ചരിത്രത്തിൽ പറഞ്ഞ മൂപ്പര് ഹജ്ജിന് പോണ സന്ദർഭത്തിൽ നടന്നു പോവുകയാണ്.
വൈക്കലൊരു കള്ളുണ്ട്. ഓന് പണി ഇങ്ങനെ യാത്ര ചെയ്യണോലെ പിടിച്ചാണ്ട് ഒരു സാധനം ആക്രമിക്കല പണി. മൂപ്പര് പോണ സമയത്തും ഇവൻ പ്രത്യക്ഷപ്പെട്ടു വന്നു. മഹാനവറുകൾ ഇവനെ കൊള്ള ഒരൊറ്റ നോട്ടം, ഇക്സീരി നോട്ടം എന്നതിന് പറയും. ഷൈഖന്മാരതി തുർക്കിയത്തിന്റെ ഷെയ്ഖാണ്, തെർബിയത്തിന്റെ ഷെയ്ഖാണ്. ഒരൊറ്റ നോട്ടം പ്രത്യേകം. ആ കള്ളൻ ആ ടൈമിൽ തന്നെ കുത്തുബൈപ്പി ഓന്റെ കേടായ എല്ലാ ഭാഗവും ഒരൊറ്റ നോട്ടങ്ങളും ഉപരാണ് കരിച്ചു. പിന്നെ വലിയ സഹായന്റെ ആളായി. തെർക്കിയത്തിന്റെ ഷെയ്ഖിന്റെ ഉപര അതാണ്. തെർബിയത്തിന്റെ ഷെയ്ഖ് അങ്ങനെ എത്ര മഹാന്മാർ, അഹ്മദ് കബീരിപ്പായി തങ്ങള്, ഗസാലി തങ്ങൾ, പല മഹാന്മാരും തെർബിയത്തിന് ഷെയ്ഖ്. അവരൊക്കെ വലിയ വിശേഷണങ്ങളൊത്ത ആളുകളാണ്. ആ പേരും പറഞ്ഞ് ചില ഷെയ്ഖന്മാർ ഞാൻ അതാന്ന് പറഞ്ഞാൽ സമസ്ത സമ്മതിക്കൂല. സുലൈഖ അത് പ്രകാരം തന്നെ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പറ്റി പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അവരെ ആ രാജധാനിയിൽ ആരുമില്ല, പുറത്തുപോയിരുന്നു. ആ കൊട്ടാരത്തിൽ ആ സമയത്ത് യൂസുഫ് നബി മാത്രം. യൂസുഫ് നബി വലിയ ഭംഗിയുള്ള ആളാണെന്ന് നമുക്കൊക്കെ അറിയാം. ഭംഗിയാണ് രണ്ട് സാധനം. അതിന്റെ നേർപൗതി യൂസുഫ് നബി കൊടുത്തു, മറ്റേ പൗതി കൊണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ കൊടുത്തു. പിന്നെ ഒരു ഫുൾ ഭംഗി പുണ്യ നബിക്ക് കൊടുത്തു. അങ്ങനെയാണ് അതിന്റെ കണക്ക്. അപ്പൊ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണാൻ പാടില്ല. ലഖദ് ഹമ്മത്ത് ബിഹ വഹമ്മ ബിഹ ലഖദ് ഹമ്മത്ത് ബിഹി. സുലൈഖ എന്തോ കരുതി ബിഹി യൂസുഫ് നബിയെ കൊണ്ട്. ഖുർആൻ പറഞ്ഞു വഹമ്മ ബിഹ, മൂപ്പരും എന്തോ കരുതി. ലൗലാ അൻ റഅ ബുർഹാന റബ്ബി, റബ്ബിന്റെ പ്രത്യേക ദൃഷ്ടാന്തം അവിടെ കണ്ടിട്ടില്ലെങ്കിൽ കാര്യം വഷളാവുമായിരുന്നു. അവിടെ ജലാലൈനി തന്നെ എഴുതുന്നത് മുസ്സില ലഹു യഅഖൂബ്, ഷെയ്ഖ് മുറബ്ബിയായ യഅഖൂബ് വാപ്പ, യൂസുഫ് നബിന്റെ വാപ്പ, ആ ബാല്യ ബന്ധുവുള്ള ആ വീട്ടിൽ എങ്ങനെ ഇറങ്ങിയ നടുക്കണ്ടിറങ്ങി. ആര്? മുറബ്ബിയായ ഷെയ്ഖായ യഅഖൂബ് നബി. മുസ്സില ലഹു യഅഖൂബ്, ജലാലൈനി പറഞ്ഞു. യാക്കൂബ് നബിന്റെ മിസാൽ അവിടെ വന്നു. മകന്റെ യൂസുഫ് നബിന്റെ നെഞ്ഞ താഞ്ഞടിച്ച്. എന്താണ്ടത്? വിരലിന്റെ ഉള്ളിൽ കൂടെ ആ ഷഹ്വത്തൊക്കെ പോയി ചടി. ഈ നിലക്ക് ഷെയ്ഖ് മുറബ്ബി മുരീദിനെ നിയന്ത്രിക്കും. ഇത്ര കഴിവുള്ള ആളാണ് ഷെയ്ഖ് മുറബ്ബി എന്ന് പറയുന്നത്. ഇനി ഓരോ താടിക്കാര് വന്നാണ്ട് ഞാൻ ഷെയ്ഖ് മുറബ്ബി എന്ന് പറഞ്ഞാൽ നമുക്ക് സംഭവിച്ചൊന്നുമില്ല. അങ്ങനെ ഷെയ്ഖ് മുറബ്ബി ആഖിർ സമാനിൽ കിട്ടാൻ വലിയ പ്രയാസം. ആളുണ്ട്, പക്ഷെ ആള് രംഗപ്രവേശനം കുറക്കും. അതിന് കാരണം പറഞ്ഞില്ല, കള്ള ഷെയ്ഖന്മാരെ വരവുകൊണ്ട് ഒറിജിനൽ ആളുകൾ പോലും ആ പണിപ്പ് നൽകാൻ നിർത്തി എന്നാ പറഞ്ഞു. അപ്പൊ യുഅദമുൽ മുറബ്ബൂൻ ഫി ആഖിരി സമാൻ, ആഖിർ സമാനിൽ മുറബ്ബിയായ ഷെയ്ഖന്മാർ അവരുടെ പ്രവർത്തനം ഇല്ലാതാക്കും, അവരില്ലാതാവും എന്നല്ലാണ് അതിന് അർത്ഥം പറഞ്ഞത്. അങ്ങനത്തെ സമയത്ത് അജ്മഅൽ ആരിഫൂന ബില്ലാഹി, അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ ഒന്നായിട്ട് ഇജ്മാഅയിട്ട് അലാ അന്ന കസറത്ത സ്വലാത്തി അലൻ നബി,
തഖൂമു മഖാമ ശൈഖിൽ മുറബ്ബി. ചില്ലറ വാക്കല്ലത്. വഅജ്മഅൽ ആരിഫൂന ബില്ലാഹി, അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ മുഴുവൻ ഇജ്മാ ആയിട്ടുണ്ട്. അലാ അന്ന കഥറത്ത സ്വലാത്തി അലൻ നബി, തങ്ങളെ മേലെ സ്വലാത്ത് പെരുപ്പിക്കൽ 1000, 2000, 3000 ഒക്കെ ചൊല്ലാൻ. തഖൂമു മഖാമ ശൈഖിൽ മുറബ്ബി, ഷെയ്ഖ് മുറബ്ബിന്റെ പവർ ഉണ്ടാക്കി കൊടുക്കും. ആഖിറമാനിൽ ചെയ്യേണ്ടത് സ്വലാത്ത് കൈനോട്ട് വർദ്ധിപ്പിക്കും. എന്നാൽ അവന് ഹിദായത്തിന് സുനിശ്ചിതമാണ്. ഷെയ്ഖ് മുറബ്ബിനെ കിട്ടിയ ഫലാണ്. അത്ര വലിയതാണ് സ്വലാത്ത്. അപ്പൊ കഴിവതും നമ്മൾ അധികരിപ്പിക്കണം. എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാനുള്ളതും കഴിവതും നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. നിങ്ങളുടെ അവസ്ഥക്ക് 1000 ആണെങ്കിൽ 1000, 2000 അങ്ങനെ, 100 അങ്ങനെ, ഇങ്ങനെ മഹാന്മാര് പറഞ്ഞ പല സ്വലാത്തിനും പല ഫായിദകളുണ്ട്. നാരിയത്ത് സ്വലാത്ത് ഫർദ് നമസ്കാരത്തിന്റെ 5 വഖ്ത് നമസ്കാരം 11 വട്ടം ഓതിയാൽ എല്ലാ ആഫാത്ത് മുസീബത്ത് കടങ്ങളും ഒക്കെ പോകും എന്ന് മഹാന്മാരിലേക്ക്. നാരിയത്ത് സ്വലാത്ത് 3 വട്ടം ഓരോ നിസ്കാരത്തിന് ശേഷം. അങ്ങനെ പല ഫായിദകളും മഹാന്മാർ പറയുന്നുണ്ട്. കണ്ണിയത്ത് ഉസ്താദ് തങ്ങളവറുകൾ സ്വലാത്തിനെ പറ്റി പറഞ്ഞു. അത് ദായിമാക്കി ഇപ്പം ഭരണപ്പെട്ടാൽ അതിന്റെ എല്ലാ ക്രിയക്ക് നേതൃത്വം പുണ്യ നബി കൊടുക്കും. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് തങ്ങളോട് പറഞ്ഞു. ആ സ്വലാത്ത് മൂപ്പർക്ക് ദായിമാക്കാൻ തന്നു ചെയ്തു. അതിന്റെ ഇവൻ മരിക്കുന്ന സമയത്ത് ആ വിഷയമൊക്കെ നേതൃത്വം ചെയ്തു തങ്ങൾ. മഹാനവർ ഭാത്തായെന്ന് നിങ്ങൾ ചെലവിലൊക്കെ കൂടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. ആ നാട്ടില് സൂചി കുത്താൻ തല ചെയ്തു ജനങ്ങട്ട് നിന്നിട്ട്. ഞങ്ങളൊക്കെ പോകുന്ന സമയത്ത് പോലീസും സർക്കിൾ ഇൻസ്പെക്ടറൊക്കെ ആ അരിച്ചാലിങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താ ചെത്തിയെന്നാണ് തലഞ്ചാത്തോണ്ട്. അപ്പൊ ഞങ്ങളോട് പോയപ്പോ അയാൾ ഒരു തമ്മിൽ പറയാം, ഔ ചില വലിയൊരു മനുഷ്യരുണ്ടായിട്ട് നമുക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നാ ഒരു പറഞ്ഞു. അപ്പൊ അവിടെ ചെന്ന് കൂട് നോക്കണമെങ്കിൽ അപ്പൊ പാടത്തുകൂടെ മയ്യത്തുണ്ടായിനി. ഇപ്പോഴും പെണ്ണുങ്ങൾ പറയാം അങ്ങനെ തളങ്ങലിങ്ങനെ കാണുക. അപ്പൊ മഹാനവറുകളെന്ന് പറഞ്ഞു, ഈ സ്വലാത്ത് ദായിമാക്കിയാൽ ഇവന്റെ മരണശേഷമുള്ള സകല ക്രിയകളും പുണ്യനബി നേതൃത്വം ചെയ്യും എന്ന്. എന്താ പല സ്വലാത്തുകളുണ്ട്. അപ്പൊ സ്വലാത്ത് നമ്മൾ വർദ്ധിപ്പിക്കണം. അത്രേ കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് എളുപ്പമുള്ള സ്വലാത്ത് വർഗത്തിന് വേണ്ടി അല്പം സ്വലാത്ത് നമ്മൾ ചെല്ലുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് വരക്കാം. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على اللهم اللهم صل على اللهم صل على اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد. اللهم صل على سيدنا اللهم صل على سيدنا اللهم صل على 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 اللهم صل
اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد. اللهم صل. اللهم صل. اللهم اللهم صل على اللهم صل اللهم صل على وعلى آله اللهم صل على اللهم صل على اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. صل على سيدنا محمد وعلى آله وصحبه وسلم. പിന്നെ ഇനി കുറച്ച് ലിസ്റ്റൂടെ വായിക്കാണ്ട് അത് വായിച്ചതിന്റെ ശേഷം നമ്മളെ അത്യാവശ്യം കൊള്ളുന്ന മഹാന്റെ പേരിലും മറ്റെല്ലാ അമ്പിയ ഉലിയാക്കൾ നമ്മളെ കുടുംബാദികളെ മാതാപിതാക്കളുടെ പേരിലൊക്കെ ഒരു ഫാത്തിഹ ഓതി പറഞ്ഞ് നമുക്ക് വിരിയാം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ദിക്റുകൾ കഴിഞ്ഞോടത്ത് നമ്മൾ പതിവാക്കണം. കാരണം നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനൊപ്പം പോരാനും വളരെ തോന്ന ആളുണ്ടാവും. ഓല് കുറച്ച് കഴിഞ്ഞാൽ ഓലൊക്കെ പോകും. പിന്നെ ഒരയിലുണ്ടില്ല. നമ്മളെ അമല് മാത്രം ബാക്കിയുണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ അമലുകൾ നമ്മൾ വർദ്ധിപ്പിക്കാഞ്ഞാൽ പിന്നെ ഓരോച്ചിട്ട് വരുന്നുണ്ടാവും. എല്ലാ ആളുകളും നമ്മളെ വഴികാട്ടിക്കാണ് തള്ളിയോണ്ട് പോകും. പിന്നെ ആളുണ്ടാവില്ല. അപ്പം നമ്മളെ അമല് മാത്രം. അപ്പൊ കഴിവതും ഈ ദിക്റുകൾ നിങ്ങൾ പതിവാക്കണം. മറ്റൊന്ന് പറയാനുള്ളത്, നമ്മൾ ദീനിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. നമ്മളൊക്കെ ചില സമയത്ത് വിട്ടുപോയേക്കും. അതൊക്കെ വളരെയധികം ഛർദ്ദിച്ചുകൊണ്ട് പറയണം. സൂഉൽ ഖാത്തിമത്ത്,
കാഫറായി ചത്തുപോകുന്ന കാര്യങ്ങൾ ഒന്നാമതായിട്ട് എണ്ണിയത് അത്തഹാബുനു ബിസ്സല, നിസ്കാരം കൊണ്ടുള്ള അശർദ. നിസ്കാരം അള്ളാഹ്ക്കണം ഒഴിവാക്കണമെന്ന് വലിയ പ്രശ്നമില്ല. പല ഒഴിവുണ്ടാവും കഴിച്ചു, അങ്ങനത്തെ പല ആളുകളുണ്ടാവും നമ്മുടെ ഇടയിൽ. അങ്ങനെ നിസ്കാരത്തിനെ പറ്റി ഷർദില്ലാണ് അങ്ങനെ പോയാൽ അന്ത്യം ചത്തുപോകുന്നതാണ് മഹാന്മാർ പറഞ്ഞത്. അത്തഹാബുനു ബിസ്സല, നിസ്കാരം കൊണ്ടുള്ള അശർദ. അതാണ് സൂഉൽ ഖാത്തിമത്ത് വരുന്ന കാര്യങ്ങൾ എണ്ണിയടത്ത് ആദ്യം. ഒറ്റ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ള പുറത്തുനിന്ന് ശിക്ഷ. നിസ്കാരം ഒഴിച്ചിട്ട് അതിന്റെ ശിക്ഷ എന്താ പറഞ്ഞത്? മകള് പറഞ്ഞത് 80 ഋതുബ ഒരു ഫർദ് നമസ്കാരം ഒഴിച്ചാൽ നരകത്ത് കിടക്കണം എന്നാണ് കണക്ക്. ഒരു ഋതുബക്ക് 80 കൊല്ലം. അങ്ങനെ 80 ഋതുബ എന്ന് പറഞ്ഞാൽ 6400 കൊല്ലം. ഒരു സുബൈയാണ്ട് ഒഴിച്ചാൽ 6400 കൊല്ലം നരകത്തുണ്ട്. അള്ള വിട്ടു വന്നിട്ടില്ല. അപ്പൊ അത്ര വലിയ ഭയങ്കരമാണ്. ഒരു കാരണവശാലും നമസ്കാരം ഒഴിവാക്കുകയോ ഹവാക്കുകയോ ചെയ്യരുത്. കഴിവതും ജമാഅത്തായിട്ട് നിസ്കാരം കൊണ്ടുവരാൻ നോക്കണം. കാരണം എത്ര അമല് കയ്യിലൂടെ വർദ്ധിപ്പിക്കാൻ നോക്കണം. നമ്മളെ അമല് മാത്രമേ നമുക്ക് കാണുകയുള്ളൂ. കുടുംബക്കാരും മക്കൾ തൊഴിലുകാരും ഒന്നും കാണൂല. അവരൊക്കെ നമ്മളെ മേത്ത് 3 കോടി മണ്ണിട്ട് ഉള്ളിൽ പോകും. നമ്മളെ അമല് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. കഴിവതും നിസ്കാരം വളരെ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് മഹാന്മാർ വളരെ അങ്ങനെ പലതും കൂടുതൽ നീട്ടി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ സക്കാത്ത് ഉള്ള ആളുകൾ അത് ശരിക്കും കൊടുത്തില്ലെങ്കിൽ സൂഉൽ ഖാത്തിമത്ത് വരും എന്ന് മഹാന്മാർ പറഞ്ഞു. കച്ചവടക്കാര് ചതിയും വഞ്ചനയും അളത്തം തൂക്കം ചുരുക്കുക അങ്ങനെ അവൻ പോവുകയാണെങ്കിൽ സൂഉൽ ഖാത്തിമത്ത് വന്ന് കളയും. ഈമാൻ ഒരു ചത്തു. അത് പ്രകാരം മഹാന്മാരെ നിന്ദിക്കൽ, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. മല്ലം യർഹം സഗീറനാ വലം യുവഖിർ കബീറനാ ഫലൈസ മിന്നാ. നമ്മളിൽ നിന്ന് ചെറിയവരോട് കരുണ കാണിക്കാത്ത, വലിയവരെ മാനിക്കാത്തവൻ നമ്മളെ ജാതിയല്ല എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു. അപ്പൊ വലിയ വലിയ ആളുകൾ നിസ്സാരപ്പെടുത്തുക. ഇതുകൊണ്ട് സൂഉൽ ഖാത്തിമത്ത് നന്നാവും. മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹറബ്. എന്റെ വലിയനോട് എതിര് കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം ചെയ്യും എന്ന് ഖുദ്സി ഹദീസിൽ വന്നു. യുദ്ധം ചെയ്യുന്നതിന് അർത്ഥം വെക്കുന്നത് അവന് സൂഉൽ ഖാത്തിമത്ത് നൽകി ചത്തുപോകും. പള്ളിക്കാട്ടിലൊന്നും പറയാൻ അനുഭവിച്ചില്ല, പോകും. അപ്പൊ ഇങ്ങനത്തെ വലിയ വിഷയം, വലിയ പരീക്ഷയും വലിയ ചോദ്യമൊക്കെ ഉള്ളവരാണ് നമ്മൾ. ബഹുമാനപ്പെട്ട ദീൻ മുറുകെ പിടിച്ച് നടക്കണം. തൗഫീഖ് നൽകട്ടെ.